സമസ്ത വേദാർത്ഥ സാരസംഗ്രഹഭൂതം എന്നാണ് ഭഗവത്ഗീതയ്ക്ക് ആദിശങ്കര ഭഗവത്പാദർ ഒരു വിശേഷണം കൊടുക്കുന്നത്. മഹാഭാരതത്തിൽ അന്തർഹൃദയമാണ് ഗീത. ഗീത പറയാൻ വേണ്ടിയിട്ടാണ് മഹാഭാരതം, അല്ലാതെ മഹാഭാരതത്തിലെ ഒരു ഭാഗമല്ല ഭഗവത്ഗീത. ഭഗവത്ഗീതയിലെ അന്തർഹൃദയമാണ് നമ്മൾ ഈ പ്രാവശ്യം കാണാൻ പോണ സ്ഥിതപ്രജ്ഞ ലക്ഷണം. ഗീത സുഗീത കർത്തവ്യ കിമന്യൈഹി ശാസ്ത്രവിസ്തരൈഹി എന്നൊരു ചൊല്ലുണ്ട്. എന്തിന് അനേക ശാസ്ത്രങ്ങൾ പഠിക്കണം? ഗീത സുഗീത കർത്തവ്യ, ഗീതയെ നല്ലവണ്ണം ഗീതം ചെയ്യണം. ഗീതം ചെയ്യണം എന്ന് വെച്ചാൽ ഹൃദ്യമായി മനനം ചെയ്യണം എന്നർത്ഥം. കിമന്യൈഹി ശാസ്ത്രവിസ്തരൈഹി, അനേക ശാസ്ത്രങ്ങൾ എന്തിന്? എല്ലാ ശാസ്ത്രങ്ങളും ഒക്കെ പഠിക്കാൻ പോയാൽ സമയം പോരാ. ഇന്ന് സമയം ചോദിച്ചപ്പോൾ തന്നെ എനിക്ക് ഓർമ്മ വന്നു ഒരു ഇൻസിഡന്റ്. സ്വാമി വിവേകാനന്ദൻ ലോകപ്രസിദ്ധനായത് ഷിക്കാഗോ പ്രസംഗങ്ങളിലാണ്. അതിനുശേഷം 2 വർഷം അമേരിക്കയിൽ പ്രഭാഷണമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ശ്രീലങ്കയിൽ വന്നു. ശ്രീലങ്കയിൽ കൊളംബോയിൽ അദ്ദേഹം ഒരു പ്രഭാഷണം തുടങ്ങിയത് സബ്ജക്റ്റ് ഈസ് വാസ്റ്റ് ആൻഡ് ടൈം ഈസ് ഷോർട്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. അതായത് വിഷയം വളരെ വാസ്റ്റ് എന്ന് വെച്ചാൽ ഒരുപാട് പഠിക്കാനുണ്ട് എന്നല്ല, അഗാധം. നമുക്ക് ആയുസ്സോ വളരെ കുറച്ചേ ഉള്ളൂ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. അത് പറഞ്ഞു തീർന്നതും പ്രഭാഷണം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് മുമ്പിലിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, ഒരു 16 വയസ്സ് പയ്യൻ അവിടുന്ന് എഴുന്നേറ്റ് ഇറങ്ങിപ്പോയി ഹാളിന്ന്. എന്നുവെച്ചാൽ ഇപ്പം ഞാൻ പറഞ്ഞപ്പോൾ ആരെങ്കിലുമൊക്കെ എണീറ്റാൽ സൂക്ഷിക്കണം. അത് പറഞ്ഞതും ആ പയ്യൻ ഇറങ്ങിപ്പോയി. ആ പയ്യനാണ് പിന്നീട് ശ്രീലങ്കയിലെ വലിയ ഒരു ഋഷിവര്യനായിരുന്നു, യോഗാസ്വാമികൾ എന്ന് പറയും. അദ്ദേഹത്തിന്റെ പേര് പോലും ആർക്കും അറിയില്ല. വലിയ ജ്ഞാനിയായിരുന്നു. ഈ ഒരേ ഒരു ഇൻസ്പിറേഷന് കാരണം എന്താ? അറിയേണ്ടത് വളരെ അഗാധം, വിഷയമോ വളരെ കുറച്ച്. എറണാകുളത്തപ്പന്റെ ശിവസന്നിധിയിൽ ഇരുന്നു കൊണ്ടാൽ നമ്മൾ ഈ ഗീത ആരംഭിക്കുമ്പോൾ ഓർമ്മ വരുന്നതും അതാണ്. ആയുർനശ്യതി പശ്യതാം പ്രതിദിനം യാതി ക്ഷയം യൗവനം പ്രത്യായാന്തി ഗതാഃ പുനർന ദിവസാഃ കാലോ ജഗദ്ഭക്ഷകഃ ലക്ഷ്മീ തോയ തരംഗഭംഗചപലാ വിദ്യുച്ഛലം ജീവിതം തസ്മാൻ മാം കരുണാകര കരുണയാ ത്വം രക്ഷ രക്ഷാധുനാ. ആയുർനശ്യതി, ഓരോ ദിവസം കഴിയുമ്പോഴും കലണ്ടറിൽ ഒരു പേജ് അങ്ങനെ ചീന്തി കളയുമ്പോൾ നശ്യതി പശ്യതാം പ്രതിദിനം ആമഘടാതിവാംഭ എന്നാണ്. ഒരു ഉടഞ്ഞ കുടത്തിൽ നിന്ന് വെള്ളം പോകുന്ന പോലെ ഓരോ ദിവസം കഴിയുമ്പോഴും ആയുസ് പോയിക്കൊണ്ടേയിരിക്കുന്നു. യാതിക്ഷയം യൗവനം, യൗവനം എത്ര ദിവസത്തേക്ക്? ഇന്ന് യുവാവ് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും അംഗം ഗളിതം ഫലിതം മുണ്ടം ദശനവിഹീനം ജാതം തുണ്ഡം, വാർദ്ധക്യം ബാധിച്ചു പോകും, വയസ്സായി പോകും. അപ്പോ ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു നമ്മളുടെ ശരീരത്തിന്റെ ഹിസ്റ്ററി. ബർത്ത് ഡേ ടു ഡെത്ത് ഡേ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. യാതിക്ഷയം യൗവനം, കഴിഞ്ഞുപോയ ദിവസം യാതൊന്നും തിരിച്ചു വരില്ല എന്നാണ്. പ്രത്യായാന്തി ഗതാഃ പുനർന ദിവസാഃ കാലോ ജഗദ്ഭക്ഷകഃ. കാലം എന്ന് വെച്ചാൽ ടൈം, സമയം
ജഗത്തിനെ അല്പമായിട്ട് വിഴുങ്ങിക്കൊണ്ടിരിക്കണമെന്നാണ്. കാലോ ജഗത് ഭക്ഷ. ജഗത്ത് എന്ന് വെച്ചാൽ എന്താ? നമ്മളുടെ ഒക്കെ ജീവിതം ഇത് തന്നെ ജഗത്ത്. ഈ ശരീരം തന്നെ ജഗത്ത്. കാലോ ജഗത് ഭക്ഷക ലക്ഷ്മി തോയ തരംഗഭംഗ ചപലാം. ചേർത്തു വെച്ച പണം എപ്പോ വരും എപ്പോ പോകുമെന്ന് പറയാൻ വയ്യ. ഇപ്പൊ ബോംബെയിലൊക്കെ ഫ്ലഡ് കഴിയുമ്പോഴേക്കും കുറെ പേര് പണക്കാര് പാപ്പരായി. ലക്ഷ്മി തോയ തരംഗഭംഗ ചപലാം വിദ്യുച്ഛലം ജീവിതം. ജീവിതം ഇപ്പൊ ഉണ്ട്, അടുത്ത ക്ഷണം ഉണ്ടാവുമോ എന്ന് അറിയില്ല. അടുത്ത മൊമെന്റ് എന്താണ്, അടുത്ത ക്ഷണം എന്താണെന്ന് അറിയില്ല. വിദ്യുച്ഛലം ജീവിതം. അതുകൊണ്ട് ആചാര്യസ്വാമികൾ പറയാണ് തസ്മാത്. ഗീതയിലും ഇടയ്ക്കിടയ്ക്ക് കൃഷ്ണൻ തസ്മാത് എന്ന് പറയും. തസ്മാത് തസ്മാൻ മാം കരുണാകര. മാം എന്നെ. ഡീപ്പ് സെൽഫ് കൺസേൺ, സെൽഫിഷ്നെസ് എന്ന് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞോളാം. എന്താന്ന് വെച്ചാൽ നമുക്ക് ഒരേ ഒരാളെ ഇവിടെ രക്ഷിക്കാൻ പറ്റുള്ളൂ, അവനവനെ. അതും എങ്ങനെ? ഭഗവാന് ശരണാഗതി ചെയ്യുന്നു എന്നാണ്. തസ്മാത് മാം കരുണാകര. കരുണയാം. കരുണയാ രക്ഷ. അവിടുത്തെ കരുണ കൊണ്ട്, കമ്പാഷൻ, കാരുണ്യം കൊണ്ട് എന്നെ രക്ഷിക്കൂ. എൻ്റെ കണക്കൊക്കെ എടുത്തു നോക്കിയിട്ട് മെച്യൂരിറ്റി ഉണ്ടോ, പക്വമാണോ, രക്ഷപ്പെടാൻ പറ്റുമോ എന്നൊക്കെ എടുത്തു നോക്കിയാലൊന്നും പറ്റില്ല. നമ്മളുടെ ഗവൺമെന്റ് സ്കൂളിലൊക്കെ 10ാം ക്ലാസ് വരെ കയറ്റി വിടുന്ന പോലെ കരുണയാ. എന്താ അതിന് വല്ല വകുപ്പുണ്ടോ? കരുണയാ രക്ഷ എന്ന് പറയാൻ കാരണം വകുപ്പുണ്ട്. എന്താ വകുപ്പ് എന്ന് വെച്ചാൽ, ഭക്തിയുടെ ഭാവത്തിൽ നമ്മൾ പറയുന്നു ഭഗവാനെ കരുണ കൊണ്ട് രക്ഷിക്കൂ എന്ന് പറയണം. വകുപ്പ് എവിടെ ഉണ്ടെന്ന് വെച്ചാൽ ജ്ഞാനത്തിന്റെ ഭാവത്തിൽ രക്ഷയ്ക്ക് വകുപ്പുണ്ട്. എന്താന്ന് വെച്ചാൽ ആകാശത്തിൽ എത്ര മേഘങ്ങൾ വന്നാലും എത്ര പൊടിപടലം വന്നാലും അതൊന്നും ആകാശത്തിനെ സ്പർശിക്കണില്ല. ഒരു മുറിയിൽ 1000 വർഷം ഇരുട്ട് തങ്ങി നിൽക്കണുണ്ടെങ്കിലും ലൈറ്റ് ഇട്ട ക്ഷണത്തിൽ ഇരുട്ട് പോയി പോകും. അതേപോലെ നമ്മളിൽ എന്തൊക്കെ പാപമുണ്ടെങ്കിലും കളങ്കമുണ്ടെങ്കിലും നമ്മളുടെ സ്വരൂപത്തിനെ ഈ പാപമോ കളങ്കമോ അജ്ഞാനമോ യാതൊരു വിധത്തിലും സ്പർശിക്കണില്ല. അപ്പോ ഭഗവാൻ രക്ഷിക്കണം എന്ന് പറയുന്നതിന് അർത്ഥം എന്താ? രക്ഷ എന്ന പദത്തിനെ ഒരു മഹാത്മാ അതിന് വ്യാഖ്യാനം ചെയ്തു. രക്ഷ എന്ന് പറയുമ്പോൾ തന്നെ അതിന് തിരിച്ചിട്ടാ മതി. ക്ഷര. ക്ഷര എന്ന് വെച്ചാൽ നശിക്കുന്നത്. രക്ഷ എന്ന് വെച്ചാലോ ക്ഷരത്തിനെ തിരിച്ചിടണം. അതായത് അക്ഷരം, നാശമില്ലാത്തതായ നമ്മളുടെ സ്വരൂപത്തിനെ കാണിച്ചു തരുന്നതാണ് രക്ഷ. ഭഗവാൻ എങ്ങനെ രക്ഷിക്കും? ഭഗവാൻ ആരെ രക്ഷിക്കണം എന്ന് ആഗ്രഹിക്കുന്നുവോ അവർക്ക് ദദാമി ബുദ്ധിയോഗം തം യേന മാമുപയാന്തി തേ. ഗീതയിൽ തന്നെ ഭഗവാൻ പറയുന്നു, അവരുടെ അകത്തിരുന്ന് ജ്ഞാനദീപേന ഭാസ്വത, ജ്ഞാനമാവുന്ന വിളക്ക് കൊളുത്തി അജ്ഞാനമാകുന്ന ഇരുട്ടിനെ അകറ്റി ആത്മസാക്ഷാത്കാരത്തിനെ കൊടുത്ത് ഞാൻ അവരെ രക്ഷിക്കും. തൽക്കാല ആപത്തുകളിൽ നിന്ന് രക്ഷിക്കുന്നതൊക്കെ തത്കാലം മാത്രം. വ്യാധികളിൽ നിന്ന് രക്ഷിക്കുന്നതൊക്കെ തൽക്കാലം മാത്രം. ദുഃഖങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നതൊക്കെ തത്കാലം മാത്രം. അങ്ങനെയാണെങ്കിൽ പരീക്ഷത്തിനെ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് രക്ഷിച്ചതോടുകൂടെ ഭാഗവതം അവസാനിക്കണമായിരുന്നു. അശ്വത്ഥാമാവിന്റെ അസ്ത്രത്തിൽ നിന്നും ഗർഭത്തിൽ വെച്ച് രക്ഷിച്ചത് തത്കാലം. അതെന്തിനാ? ഇറ്റ് വാസ് ഓൺലി എ പ്രിപ്പറേഷൻ. ഭാഗവതം കേൾപ്പിക്കാനായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ആയിരുന്നു അത്. യഥാർത്ഥ രക്ഷ എപ്പോഴാ? അവസാനം ഭാഗവതം മുഴുവൻ കഴിഞ്ഞിട്ട് പരീക്ഷിത്ത് പറയുന്നു, സിദ്ധോസ്മി അനുഗൃഹീതോസ്മി ഭവതാ കരുണാത്മനാം. ഞാൻ സിദ്ധനായിരിക്കുന്നു, അനുഗ്രഹീതനായിരിക്കുന്നു, അവിടുന്ന് എന്നെ രക്ഷിച്ചു. അപ്പൊ രക്ഷ അവിടെയാണ്, ജ്ഞാനത്തിലാണ് രക്ഷ. കണ്ടിന്യൂസ് ആയിരിക്കുമോ? അപ്പൊ ജ്ഞാനത്തിലാണ് രക്ഷ. നമ്മളുടെ യഥാർത്ഥ സ്വരൂപം എന്താണ് എന്ന് അറിയുന്നതിലാണ് രക്ഷ. ആ രക്ഷയാണ് ഇവിടെ പറഞ്ഞത്. ഓരോ ദിവസം കഴിയുമ്പോഴും ആയുസ് ഇങ്ങനെ കുടത്തുനിന്ന് വെള്ളം പോകുന്ന പോലെ പോയിക്കൊണ്ടിരിക്കുന്നു. പൂർണ്ണമായ രക്ഷ ആത്മസാക്ഷാത്കാരം കൊണ്ടേ ഉണ്ടാവുകയുള്ളൂ. അവനവന്റെ സ്വരൂപം എന്താണ് എന്ന് അറിയുന്നത് കൊണ്ടേ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ അതിനായിട്ട് ഏർപ്പെട്ട ശാസ്ത്രമാണ് ഗീതാശാസ്ത്രം. ഭഗവത്ഗീതയുടെ ലക്ഷ്യം അതാണ്. നമുക്ക് അധ്യാത്മവിദ്യയെ ഉപദേശിക്കാനാണ് ഗീത. ഭാരതത്തിന്റെ ഹൃദയസ്ഥാനത്തിൽ ഭഗവത്ഗീത വെച്ചത് അതിനാണ്.
ഈ മഹാഭാരത യുദ്ധം എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതമാണ്. കഴിഞ്ഞ പ്രാവശ്യം ഭഗവത്ഗീത ആരംഭിക്കുമ്പോൾ ഇതിൻ്റെ ഇൻട്രഡക്ഷൻ ആമുഖത്തിൽ നമ്മളിത് വിസ്തരിച്ച് പറഞ്ഞതാണ്. കുരുക്ഷേത്രം എന്ന് പറഞ്ഞാൽ തന്നെ, കുരു എന്ന് വെച്ചാൽ തന്നെ കർമ്മത്തിനെ സൂചിപ്പിക്കുന്നതാണ്. കുരു എന്നുള്ളത് തന്നെ ചെയ്യുക എന്നർത്ഥം. കൃ എന്ന ധാതുവാണ്. കർമ്മത്തിൻ്റെ ക്ഷേത്രമാണ് കുരുക്ഷേത്രം. ആ കുരുക്ഷേത്രത്തിൽ ഒരു വശത്ത് പാണ്ഡവരും ഒരു വശത്ത് കൗരവരും. കൗരവർക്ക് എണ്ണിയാൽ ഒടുങ്ങാത്ത സൈന്യം, 11 അക്ഷൗഹിണിപ്പടയുണ്ട്. പാണ്ഡവർക്ക് 7 അക്ഷൗഹിണിപ്പടയേ ഉള്ളൂ. എന്നിട്ടും കൗരവവശത്ത് ദുര്യോധനൻ ഗീത ആരംഭിക്കുമ്പോൾ നമുക്ക് കാണാം, ദ്രോണാചാര്യരോട് ചെന്ന് പറയുന്നു, നോക്കുക, നമ്മളുടെ സൈന്യം വളരെ പരിമിതം, പാണ്ഡവരുടെ സൈന്യം അപരിമിതമായിട്ട് തോന്നണു. ഈ ഒരേ ഒരു വാക്ക് വെച്ചുകൊണ്ട് ഗീതയെ വിസ്താരമായി വ്യാഖ്യാനിക്കാം. ഈ ദുര്യോധനന്റെ മനസ്സ്, നമ്മളുടെ സൈന്യം വളരെ പരിമിതം, പാണ്ഡവരുടെ സൈന്യം അപരിമിതമായിട്ട് തോന്നുന്നു. എന്താന്ന് വെച്ചാൽ, പാണ്ഡവരുടെ സൈന്യത്തിനെ അപേക്ഷിച്ച് ഇവർക്ക് ലക്ഷക്കണക്കിന് ആളുകൾ അധികമുണ്ട്. എന്നിട്ട് ദുര്യോധനൻ പറയുന്നു, നമ്മളുടെ സൈന്യം പരിമിതം, പാണ്ഡവരുടെ സൈന്യം അപരിമിതം. അവിടെ അപരിമിതമായിട്ട് തോന്നാൻ കാരണം, അവിടെ ഒരു വസ്തു ഒന്നും ചെയ്യാതെ ഇരിക്കുന്നുണ്ട്. കൃഷ്ണൻ അകർത്താവായി സാക്ഷി മാത്രമായിട്ട് ഇരിക്കുന്നുണ്ട്. അതുള്ളത് കൊണ്ട് അവിടെ പൂർണ്ണമായിട്ട് തോന്നും. ദുര്യോധനൻ പറയണു, നമ്മളുടെ അപൂർണം അവരുടെ പൂർണ്ണം. ഈ ദുര്യോധനൻ തന്നെയാണ് ഒരു ലൗകിക മനുഷ്യന്റെ എക്സാമ്പിൾ. എത്ര തന്നെ നമുക്ക് വസ്തുക്കളും വകകളും ഉണ്ടെങ്കിലും അകമയ്ക്ക് ഒരു അപൂർണത, ഒരു ശൂന്യത, പോരായ്മ. അത് എപ്പോൾ പൂർണ്ണമാകും? എത്ര തന്നെ നമ്മൾ ചേർത്ത് വെച്ചാലും എത്ര തന്നെ ശേഖരിച്ചാലും അത് പൂർണ്ണമാവില്ല, അപൂർണമായി തന്നെ ഇരിക്കും. അത് പൂർണ്ണമാവുന്നത് എപ്പോഴാന്ന് വെച്ചാൽ, ആ നിശ്ചലമായ വസ്തു, നിഷ്ക്രിയമായ വസ്തു, സാക്ഷി മാത്രമായ വസ്തു എപ്പോ നമ്മൾക്ക് നമ്മളുടെ ഭാഗത്ത് വരുന്നുവോ അപ്പോൾ പൂർണ്ണമാവും. എന്നുവെച്ചാൽ ജ്ഞാനമാണ്. കൃഷ്ണൻ എന്ന് വെച്ചാൽ ജ്ഞാനം എന്നർത്ഥം, സാക്ഷാത്കാരം എന്നർത്ഥം. കൃഷ്ണൻ ഏതു വശത്തുണ്ടോ അതാണ് വിദുരൻ പറയുന്നത്, യഥ കൃഷ്ണ തതോ ധർമ്മ, യഥോ ധർമ്മ തതോ ജയ. എവിടെ കൃഷ്ണനുണ്ടോ തത്ര വിജയ, അവിടെ വിജയവുമുണ്ട്. കൃഷ്ണൻ ആരാണ്? കൃഷ്ണൻ ആത്മാവാണ്. കൃഷ്ണമേനം അവേഹിത്വം ആത്മാനം അഖിലാത്മനാം. കൃഷ്ണൻ എല്ലാവരുടെയും അന്തരാത്മാവാണ്. കൃഷ്ണൻ ആ വശത്ത് നിഷ്ക്രിയമായ വസ്തു, ഒന്നും ചെയ്യണില്ലെങ്കിലും പാണ്ഡവപക്ഷം പൂർണ്ണമായിട്ട് തോന്നുന്നു ദുര്യോധനന്. തൻ്റെ വശത്ത് ഇത്രയധികം സൈന്യം ഉണ്ടായിട്ടും തൻ്റെ വശം അപൂർണമായിട്ട് തോന്നുന്നു. നമ്മളുടെ ജീവിതത്തിൻ്റെ നിയമം ഇതാണ്. എന്തൊക്കെ തന്നെ ബാഹ്യ വസ്തുക്കളും ദ്രവ്യങ്ങളും നമുക്കുണ്ടെങ്കിലും ശരി, അകമേ ഒരു ഫുൾഫിൽമെന്റ് ഉണ്ട്, ഒരു പൂർണ്ണത്വമുണ്ട്. ആ പൂർണ്ണത്വത്തിനെ സ്പർശിക്കുന്നവരെ അപൂർണമായിട്ട് തന്നെ ഇരിക്കും നമ്മളുടെ ജീവിതം. എന്തൊക്കെ ഉണ്ടെങ്കിലും ബാക്കിയൊക്കെ പുറമേക്കൊക്കെ നല്ല മോടി ഉണ്ടാവും, പക്ഷെ അകമേക്ക് ശൂന്യമായിരിക്കും. പുറമേക്ക് എന്തൊക്കെ മോടി പിടിപ്പിച്ചാലും അകമേക്ക് ശൂന്യമായിരിക്കും. അതേപോലെ മറ്റൊരു സിംബോളിസം ഗീതയിൽ, അർജുനന്റെ തേരോട്ടിയാണ് ഭഗവാൻ. അർജുനന്റെ തേരോട്ടിയാണ് ഭഗവാൻ. ഈ ശരീരം തന്നെ രഥം. ഉപനിഷത്തിലെ മന്ത്രം, ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണ്, ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാൻ. ആത്മാനം രഥിനം വിദ്ധി ശരീരം രഥമേവതു ബുദ്ധിം തു സാരഥിം വിദ്യാത് മനഃപ്രഗ്രഹമേവ ച ഇന്ദ്രിയാണി ഹയാനാഹു വിഷയാംസ്തേഷു ഗോചരാൻ ആത്മേന്ദ്രിയ മനോയുക്തം ഭോക്തേത്യാഹുർമനീഷിണഃ. ഈ ശരീരം തന്നെ രഥം. ഇതിനകത്ത് രഥി ജീവൻ, സാരഥി ബുദ്ധി, 5 കുതിരകൾ ഇന്ദ്രിയങ്ങൾ. മഹാഭാരതത്തിൽ 4 കുതിരകളാണ്. ആ 4 കുതിരകളാകുമ്പോൾ മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം, ഇങ്ങനെ സിമ്പിൾസ്. അതിൽ സാരഥി ശരിയാണെങ്കിൽ, അതായത് ഒരു രഥത്തിൽ ഡ്രൈവർ നന്നല്ലെങ്കിൽ ധൈര്യമായിട്ട് യാത്ര ചെയ്യാൻ ഒക്കുവോ?
പാലക്കാട് നിന്ന് ഇതുവരെ വരണം. ഡ്രൈവർ ഓടിക്കാന്ന് പറഞ്ഞു. കുറച്ചു ദൂരം വളഞ്ഞും വളഞ്ഞും ഓടിച്ചിട്ട്, സ്വാമി ഞാൻ ഇപ്പോഴാണ് ആദ്യമായിട്ട് കാറിൽ ഓടിക്കണത് എന്ന് പറഞ്ഞാൽ ധൈര്യമായിട്ട് ഇവിടെ എത്തുമോ? ആ സ്ഥിതിയാണ് ബുദ്ധി ശരിയില്ലെങ്കിൽ, ബുദ്ധിയിൽ തെളിച്ചമില്ലെങ്കിൽ. ഇവിടെ വിജ്ഞാനസാരഥിർയസ്തു മനഃപ്രഗ്രഹവാൻ നരഹ സോധ്വനഃ പാരമാപ്നോതി തദ്വിഷ്ണോഹോ പരമം പദം. വിജ്ഞാനമായ സാരഥി, ബുദ്ധി സാരഥിയുടെ സ്ഥാനത്ത് കൃഷ്ണനെ ഇരുത്തി അർജുനൻ. അതുകൊണ്ട് അർജുനന് ഒരു തളർച്ച വന്നപ്പോ പിടിച്ചുയർത്തി. നമ്മളിപ്പോ സാരഥിയുടെ സ്ഥാനത്ത് കൃഷ്ണനെ ഇരുത്താനാണ് സത്സംഗം. സത്സംഗം എന്തിനാണ്? സാരഥിയുടെ സ്ഥാനത്ത് കൃഷ്ണനെ ഇരുത്താൻ. തത്കാലത്തേക്ക് നമുക്ക് പ്രയോജനപ്പെട്ടാലും പ്രയോജനപ്പെട്ടിട്ടില്ലെങ്കിലും ഈ ഗീതാശ്രവണം അർജുനനെ പോലെ ഒരുപക്ഷെ ഒരു വിഷാദഘട്ടം ജീവിതത്തിൽ വരുമ്പോൾ പിടിച്ചു ഉയർത്താനായിട്ട് ഉത്തിഷ്ഠ ഭാരത എന്ന് പറയാനായി ഈ ബുദ്ധി തന്നെ സദ്ഗുരുവായിട്ട് നമ്മളുടെ കൂടെ നിൽക്കും. നേരെ മറിച്ച് ആ ബുദ്ധിയിൽ സത്സംഗത്തിന്റെ ബലമില്ലെങ്കിൽ, ജ്ഞാനത്തിന്റെ ബലമില്ലെങ്കിൽ, നേരെ എതിർവശത്ത് കൗരവപക്ഷത്ത് ഇത്രയും തന്നെ കഴിവുള്ള ഒരാളുണ്ടായിരുന്നു. അർജുനന്റെ അത്രയും കഴിവുള്ള ഒരു വില്ലാളി. ഒരുപക്ഷെ അർജുനനേക്കാളും കഴിവുണ്ട് എന്ന് പോലും പറയപ്പെടുന്നവനായ ഒരു വില്ലാളി കർണൻ. കർണനെയാണ് ഈ വശത്തുള്ളവർ പേടിച്ചിരുന്നത് ഏറ്റവും അധികം. ആ കർണന്റെ സാരഥി ആരായിരുന്നു? ശല്യർ. അല്ലേ? പേര് കേട്ടാൽ തന്നെ നമുക്കറിയാം, വ്യാഖ്യാനമൊന്നും വേണ്ട. ശല്യമാണ്, കോൺസ്റ്റന്റ് ട്രബിൾ, അൺഇൻറ്ററപ്റ്റഡ് ട്രബിൾ. അതായത് വിച്ഛിത്തിയില്ലാതെ കുഴപ്പമുണ്ടാക്കുന്ന ആളെന്നർത്ഥം. അദ്ദേഹത്തിന്റെ പേരിന്റെ അർത്ഥം തന്നെ അതാണ്. അതായത് ബുദ്ധിയിൽ ജ്ഞാനം തെളിഞ്ഞിട്ടില്ലെങ്കിൽ ആ ബുദ്ധി ജീവിതത്തിൽ കോൺസ്റ്റന്റ് ട്രബിൾ ആണ്. ഓരോ ക്ഷണത്തിലും നമ്മളെ തടസ്സം ചെയ്തുകൊണ്ടിരിക്കും. ഉള്ള ധൈര്യത്തിനെ ച്യുതി ഉണ്ടാക്കും, ശാന്തിയെ അശാന്തിയാക്കി മാറ്റും, സുഖത്തിനെ ദുഃഖമാക്കി മാറ്റും, എല്ലാം ഉണ്ടെങ്കിലും വിപരീതമാക്കും. നേരെ മറിച്ച് ബുദ്ധിയിൽ ജ്ഞാനമുണ്ടെങ്കിലോ ശൂന്യം ആപൂർണതാമേതി മൃത്യുരപി അമൃതായതേ ആപത് സമ്പതിവാഭാതി. ബുദ്ധിയിൽ ജ്ഞാനം ഉണ്ടെങ്കിൽ ശൂന്യം പൂർണ്ണമായിട്ട് തോന്നും, മൃത്യു അമൃതമായി അനുഭവപ്പെടും, ആപത്ത് സമ്പത്തായി അനുഭവപ്പെടും. ബുദ്ധിയിൽ അജ്ഞാനമാണെങ്കിലോ പൂർണ്ണം ശൂന്യമായിട്ട് അനുഭവപ്പെടും, അമൃതം മൃത്യുവായിട്ട് തോന്നും, സമ്പത്ത് ആപത്തായിട്ട് പരിണമിക്കും. അവിടെ ശല്യർ സാരഥി സ്ഥാനത്ത് ഇരുന്നത് കൊണ്ട് ചോദിച്ചു വാങ്ങിച്ചതാണ് കർണൻ. അതേപോലെയാണ് നമ്മളും അജ്ഞാനവും. വെറുതെ നമുക്ക് നാച്ചുറൽ ആയിട്ട് നമുക്ക് ജ്ഞാനമുണ്ട്, അജ്ഞാനം നമ്മൾ ചോദിച്ചു വാങ്ങിക്കുന്നതാണ്. അജ്ഞാനം എന്ന് വെച്ചാൽ അറിവില്ലായ്മയല്ല. അജ്ഞാനം എന്ന് പറയുന്നത് ഒരു തരത്തിൽ അറിവാണ്. വളരെ പതുക്കെ 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 നമുക്ക് 18 പടി കയറണം. വളരെ പതുക്കെ. അതാണ് പറയുന്നത്, ഒരു ചെറിയ ഡിസ്റ്റർബൻസ് പോയി പോകും. നാളെ നമുക്ക് എന്തെങ്കിലും ചെയ്യണം ഇവിടെ. എന്താന്ന് വെച്ചാൽ അതിഗംഭീരം ഭാവയാത്മാ യാഥാത്മ്യം. ആചാര്യസ്വാമികൾ പറയണത് ഈ ഗംഭീരമായ വിദ്യ പതുക്കെ പതുക്കെ വേണം നമുക്ക് അകമയ്ക്ക് കയറാൻ. അപ്പോ ബുദ്ധിയില് അജ്ഞാനം കയറിയാൽ ആ അജ്ഞാനം ഉള്ളിൽ വലിയൊരു കണ്ടകമായിട്ട് ഓരോ ക്ഷണത്തിലും ഉള്ളിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ബുദ്ധിയിൽ ജ്ഞാനമാണ് ഉള്ളതെങ്കിലോ ഓരോ ക്ഷണത്തിലും അത് കരകയറ്റിക്കൊണ്ടേയിരിക്കും. അജ്ഞാനം എന്ന് പറയുന്നത് അറിവില്ലായ്മയല്ല, അതൊരു തരം അറിവാണ്. നമുക്ക് അജ്ഞാനം എന്ന് വെച്ചാൽ ഉടനെ ട്രാൻസ്ലേഷൻ എങ്ങനെ കൊടുക്കും? അറിവില്ലായ്മ എന്ന് കൊടുക്കും, അല്ലേ? ഇഗ്നറൻസ്, not knowing. It is not knowing. Ajnanam means misunderstanding, misapprehension. It is also an understanding. അജ്ഞാനം എന്ന് പറയുന്നത് ഉദാഹരണം, ഏറ്റവും പ്രസിദ്ധമായ ഉദാഹരണം, ഒരു അല്പ വെളിച്ചത്തിൽ ഒരിടത്ത് ഒരു പാമ്പ് കിടക്കുന്നത് കണ്ടു. നിലവിളി കൂട്ടി, ബഹളം കൂട്ടി, കടിച്ചു എന്നൊരു തോന്നല്, മൂർഖനാണോ പടം എടുത്തു എന്നൊക്കെ ഒരു തോന്നല്.
അവസാനം ലൈറ്റ് അടിച്ച് നോക്കുമ്പോൾ ഒന്നുമില്ല, വെറും ഒരു കയറ്, പൂമാല. കയറ് പോലുമല്ല, നലമിയലും മലർമാല നാഗമാമോ. നല്ല ഒരു മലർമാലയെ നല്ല സർപ്പമെടുത്ത പാമ്പായിട്ട്, നാഗമായിട്ട് തോന്നി. ഇതിപ്പോ എന്താ? ഒറ്റ അടിക്ക് ഇരുട്ടായിരുന്നുവെങ്കിൽ തോന്നില്ല, നല്ല വെളിച്ചമുണ്ടെങ്കിലും തോന്നില്ല. അല്പം വെളിച്ചത്തിൽ മുമ്പ് കണ്ടിട്ടുള്ള പാമ്പിനെ സാമ്യതയുള്ള കയറിൽ ആരോപിച്ച് കണ്ട് അത് കടിച്ചു എന്നൊക്കെ തോന്നാം. അപ്പോ അജ്ഞാനം എന്ന് പറയുന്നത് മന്ദജ്ഞാനമാണ്. പൂർണ്ണമായ തെളിച്ചമില്ലാത്ത അറിവിന് പേരാണ് അജ്ഞാനം. അതും രമണ മഹർഷി മനോഹരമായിട്ടൊരു ഡെഫിനിഷൻ കൊടുക്കണു. എല്ലാ അറിവിനും ആശ്രയമായ തന്നെ അറിയാതെ മറ്റുള്ളതിനെയൊക്കെ അറിയുന്നതിനു പേരാണ് അജ്ഞാനം എന്നാണ്. ലളിതമായി പറഞ്ഞാൽ ആത്മസാക്ഷാത്കാരം കൂടാതെ എന്തൊക്കെ തന്നെ അറിഞ്ഞാലും ആ അറിവൊക്കെ അജ്ഞാനമായിട്ട് തീരും എന്നാണ്. അറിയും തன்னை அறியாது, അയலை അറിവത് അജ്ഞാനം. എല്ലാ അറിവിനും ആശ്രയമായ ഒരു വസ്തു നമ്മളുടെ ഉള്ളിൽ ഉണ്ട്. അതിനെ തെളിച്ച് കാണാതെ താൻ അല്ലാത്തതിനെയൊക്കെ താൻ എന്ന് കരുതുന്നത്, കയറിനെ പാമ്പെന്ന് കരുതിയ പോലെ, കുറ്റിയെ ഭൂതമെന്ന് കരുതിയ പോലെ അല്ലേ? പ്രസിദ്ധമായ എക്സാമ്പിളാണ് ഇതൊക്കെ. ഇരുട്ടത്ത് പാടത്തുകൂടെ വരുന്നു, എന്തോ ഭയപ്പെടുത്തുന്ന സിനിമയോ എന്തോ കണ്ടിട്ട് വരുന്ന വഴിക്കാണ്, വഴിയിൽ എന്തോ കണ്ടു, പേടിച്ചുകൊണ്ട് ഓടി നാട്ടിൽ ചെന്ന് പറഞ്ഞോടെ അവിടെ ഒരു പ്രേതം നിൽക്കുന്നത് കണ്ടു, മരക്കുറ്റി. അടുത്ത ദിവസം വേറെ ഒരാളും ആ വഴിക്ക് വരുന്നു, അയാൾ കൂട്ടിച്ചേർത്തു വെളുത്ത ഡ്രസ്സ്. വേറെ ഒരാൾ പറഞ്ഞു അതെന്നെ വാന്ന് വിളിച്ചു. ഇങ്ങനെ മിസ്അപ്രഹെൻഷൻസ് കൂടി 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 വരികയാണ്. അതിൻ്റെ മേലെ ഒരു പോസ്റ്റിനെ ഗോസ്റ്റായിട്ട് കണ്ടു. എത്ര ദിവസം അത് നിൽക്കും? ലൈറ്റ് അടിച്ച് നോക്കണവരെ. ധൈര്യമായിട്ട് ഒരാൾ ചെന്ന് ലൈറ്റ് അടിച്ച് നോക്കണവരെ അവിടെ ഒരു ഭൂതം കാണപ്പെടും. അതേപോലെ നമ്മളുടെ സകല ദുഃഖത്തിനും സകല വിഷമങ്ങൾക്കും മൂലകാരണം അജ്ഞാനമാണ്. അജ്ഞാനം എവിടെ കൂടിയിരിക്കുന്നു? ബുദ്ധിയിൽ കൂടിയിരിക്കുന്നു അജ്ഞാനം. ആ അജ്ഞാനത്തിന്റെ സ്വരൂപം എന്താണ്? അജ്ഞാനത്തിന്റെ സ്വരൂപം എന്താണ്? കയറിനെ പാമ്പെന്ന് കരുതിയ പോലെ, കുറ്റിയെ ഭൂതമെന്ന് കരുതിയ പോലെ ഈ ചെറിയ ശരീരത്തിനെ ഞാൻ എന്ന് കരുതിയിരിക്കുന്നു. ഇതാണ് അജ്ഞാനം. ഈ ശരീര പരിമാണത്തോടുകൂടെ അകമേക്ക് ഒരു അഹങ്കൃതി. എനിക്ക് എൻ്റെ ജീവിത പ്രശ്നങ്ങൾ, പിന്നെ ലോക പ്രശ്നങ്ങൾ, ഇന്റർനാഷണൽ പ്രോബ്ലംസ്, ഇതൊക്കെ എനിക്ക്, ഈ ചെറിയ കൊച്ചു ഞാൻ, ഈ പ്രശ്നങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് വിഷാദം. വിഷാദം അർജുനനും വന്നു, വിഷാദം കർണനും വന്നു. പക്ഷേ കർണന്റെ വിഷാദം മൃത്യുവിന് കാരണമായി, അർജുനന്റെ വിഷാദം അമൃതത്തിന് കാരണമായി. രണ്ടുപേർക്കും വിഷാദം വന്നു. നല്ല ആളാണെങ്കിലും ഇവിടെ ദുഃഖിക്കും, ചീത്ത ആളാണെങ്കിലും ദുഃഖിക്കും. നല്ല ആളായതുകൊണ്ട് നന്മ ഒരാളെയും ഇതുവരെ പിടിച്ച് കരകയറ്റിയിട്ടില്ല ഡയറക്റ്റായിട്ട്. അത് ഇറ്റ് വിൽ ഇൻഡയറക്ട്ലി ഹെൽപ്പ്. ബന്ധുര കാഞ്ചനക്കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ. സ്വർണ്ണക്കൂടാണെങ്കിലും ജയിൽ തന്നെ. നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും ബന്ധിക്കും. പക്ഷേ നന്മ വെച്ചുകൊണ്ട് ഒരാൾ ഒരു സത്സംഗത്തിനെ ആശ്രയിച്ചിട്ടില്ലെങ്കിൽ, ജ്ഞാനം സമ്പാദിച്ചിട്ടില്ലെങ്കിൽ, ഒരു പക്ഷേ നന്മ തിന്മയേക്കാൾ അധികം ബന്ധിക്കും. എന്താന്ന് വെച്ചാൽ നന്മയുടെ ഒരു അഹങ്കാരവും ഉണ്ടാവും. പിന്നെ സ്വർണ്ണക്കെട്ട് നമ്മൾ അത്ര പെട്ടെന്ന് അഴിക്കില്ല. ഇരുമ്പ് കൊണ്ടുള്ള ചങ്ങലയാണെങ്കിലും അഴിച്ചു കളഞ്ഞു എന്ന് വരും. സ്വർണ്ണ ചങ്ങലയാവുമ്പോൾ ഇരുന്നോട്ടെ എന്ന് വെക്കും. അപ്പൊ അതും ബന്ധിക്കും. അപ്പൊ ഈ ബന്ധനങ്ങളിൽ നിന്നൊക്കെ സ്വാതന്ത്ര്യം, കംപ്ലീറ്റ് ഫ്രീഡം, സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യത്തിന് എന്താണ് വഴി? അജ്ഞാനം എങ്ങനെ നീങ്ങും?
സകല ദുഃഖത്തിനും മൂലകാരണം, അല്പം കൂടെ ചുരുക്കിക്കൊണ്ടുവരാം. സകല ദുഃഖത്തിനും മൂലകാരണം മനസ്സ്. എല്ലാ ദുഃഖങ്ങൾ, എത്ര വലിയ പ്രശ്നങ്ങളാണെങ്കിലും പ്രശ്നങ്ങളൊക്കെ മനസ്സിലാണ്. ഉറങ്ങുമ്പോൾ ഈ ലോകത്തിൽ ഉറങ്ങുമ്പോൾ ആർക്കും ഇതുവരെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടായിട്ടില്ല, ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. മനസ്സ് ഉദിക്കുമ്പോൾ സകല പ്രശ്നങ്ങളും ഉദിക്കുന്നു, മനസ്സ് ലയിക്കുമ്പോൾ സകല പ്രശ്നങ്ങളും ലയിക്കുന്നു. മനസ്സ് എങ്ങനെ ഉണ്ടായി? മനസ്സ് എന്ന് പറയുന്ന ഒരു അനിർവചനീയമായ ഒരു അനുഭവം. മനുഷ്യന് മാത്രമാണ് ഇത് ഇത്ര അധികം പ്രബലം, മൃഗങ്ങൾക്കൊന്നുമില്ല. മനുഷ്യനാണ് ഇത് എത്ര അധികം പ്രബലം. ഈ മനസ്സ് എവിടുന്നുണ്ടായി എന്ന് ആലോചിച്ചാൽ ഒരു മിസ്അപ്രഹെൻഷനിൽ നിന്നും ഉണ്ടായതാണ്. മനസ്സ് അധികമായി വളരുന്നത് നമ്മളുടെ പഠിപ്പ് കൊണ്ടുമാണ്. എഡ്യൂക്കേഷൻ അല്ല, എഡ്യൂക്കേഷൻ. തലയിൽ കുറേ കയറ്റുന്നു, ആവശ്യമുണ്ടോ ഇല്ലയോ. പഠിക്കും തോറും പ്രോബ്ലംസ് അധികമായിക്കൊണ്ടേയിരിക്കുന്നു നമുക്ക്. ഇതൊന്നും നമ്മളുടെ വിദ്യാഭ്യാസമൊന്നും, വിദ്യാധനം സർവധനാത് പ്രധാനം എന്ന് പറയുന്നു എന്നല്ലാതെ നമ്മളുടെ വിദ്യയൊന്നും ഇത്ര കാലമായിട്ട് നമുക്ക് ഇങ്ങനെ പോകുന്നുണ്ടാവും. പക്ഷെ ഇങ്ങോട്ട് ഒന്നുമില്ല. പുറമേക്കൊക്കെ അധികമാക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷെ അകമേക്ക് നമ്മളുടെ ജീവിതത്തിൽ ഒരു 5% പുറമേക്കും 95% അകമേക്കുമാണ്. നമ്മൾ 95% അകമേ ജീവിതത്തിനെ വ്യർത്ഥമാക്കിയിട്ട് 5% സ്വർണം പൂശലും അതിന് പൊട്ടുതൊടിയിക്കലും അതിനെ തുടച്ചു മിനുക്കലും പോളിഷ് ചെയ്യലും ധാരാളം ചെയ്യണം. ഈ 95 എന്ത് ചെയ്യും? 95% അകമേ കിടക്കണു, പ്രശ്നങ്ങൾ അകമേ കിടക്കണു. അതിനാര് പരിഹരിക്കും? അതിനാണല്ലോ നമുക്ക് വിദ്യയുടെ ആവശ്യം വരുന്നത്. പക്ഷെ നമ്മളുടെ വിദ്യ അതിന് പ്രയോജനപ്പെടണില്ലെങ്കിൽ അങ്ങനെയുള്ള വിദ്യക്ക് പേരാണ് അവിദ്യ. അങ്ങനെയുള്ള വിദ്യയുടെ പേരാണ് അജ്ഞാനം. നമ്മളുടെ വിദ്യ അതിന് പ്രയോജനപ്പെടണമെങ്കിൽ ഉണ്ണാനും ഉടുക്കാനും മാത്രം. നമ്മുടെ കേരളത്തിൽ അങ്ങനെയാ അത്രേ സമ്പ്രദായം. ഉത്തമാംഗം മനുജന് വയറെന്ന് ഷഠിപ്പവർ എന്നാണ്. ഉത്തമാംഗം ശിരസ് പോലുമല്ല, വയറാണെന്നാണ്. ഉണ്ണാ ഉറങ്ങാ, അത് മാത്രം മതി. അത് വേണം, എല്ലാവർക്കും വേണം ഊണ്. ബ്രാഹ്മണാഹ ഭോജനപ്രിയാഹ அப்படின்னு ஒரு சொல்லு இருக்கு இல்லையா? கவலைப்படவே வேண்டாம், ரொம்ப நல்ல பேரு அது. பரிகாசம் பண்றானே நினைச்சுக்கப்படாது. பிராமணாக போஜனப்பிரியாக. അതിന് എന്താ അർത്ഥം എന്ന് വെച്ചാൽ 2 അർത്ഥം പറയും. ബ്രാഹ്മണാഹ ഭോജനപ്രിയാഹ. ഒന്ന്, ബ്രാഹ്മണാഹ ഭോ ജനപ്രിയാഹ എന്നാണ്. അവര് എല്ലാ ജനങ്ങൾക്കും നന്മ ഉദ്ദേശിച്ച് ജീവിക്കണവനാണ് യഥാർത്ഥ ബ്രാഹ്മണൻ എന്നൊരർത്ഥം. മറ്റൊരർത്ഥം, ഭോജനം കൊണ്ട് തൃപ്തിയാവുക അത്ര. അയാൾക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല. ഏന കേനചിത് ആച്ഛന്നഃ ഏന കേനചിത് ആശിതഃ എത്ര ക്വചന ശായീ സ്യാത് തം ദേവാഹ ബ്രാഹ്മണം വിദുഹു എന്നാണ്. എവിടെന്നെങ്കിലും കിട്ടിയ വസ്ത്രത്തിന് കൊടുത്തിട്ട് കിട്ടിയ ഭക്ഷണം കഴിച്ച് തൃപ്തിയാവുന്നതാണ്. അപ്പൊ ഭോജനപ്രിയാഹ എന്നുള്ളത് ഒരു വലിയ സർട്ടിഫിക്കറ്റാണ്, അല്ലാതെ നിന്ദയല്ല, പരിഹാസമല്ല. ഭോജനം കിട്ടിയാൽ തൃപ്തിയായി എന്നാണ്. അതിൽ കൂടുതൽ ആഗ്രഹമില്ല എന്നാണ്. അങ്ങനെ ഉള്ളവൻ ആരാണോ അവൻ ബ്രാഹ്മണനാണ്. അവനെ ദേവന്മാർ ബ്രാഹ്മണൻ എന്ന് വിളിക്കുന്നു എന്നാണ്. തം ദേവാഹ ബ്രാഹ്മണം വിദുഹു. അപ്പോ വിദ്യാഭ്യാസം നമുക്ക് സ്വാതന്ത്ര്യത്തിനായിക്കൊണ്ട് ആവണം. ശാപ്പാടും ഉറക്കവും മാത്രം പോരാ, അത് ഫൗണ്ടേഷൻ മാത്രമാണ്. അടുത്ത പടി ഒന്നുണ്ട്, നമ്മളുടെ ജീവിതം പൂർണ്ണമാവണം. പൂർണ്ണത അകമേ ആവിർഭവിക്കണം. പൂർണ്ണത അകമയ്ക്ക് വരുന്നതാണ് സാരഥിയായിട്ട് കൃഷ്ണനെ വെച്ചാൽ ആ കൃഷ്ണൻ അർജുനനെ ബോധിപ്പിക്കുന്ന ഈ ഗീത നമ്മളുടെ ബുദ്ധിയിൽ ആദ്യം ജ്ഞാനത്തിനെ സമ്പാദിക്കുന്നു. പിന്നെ ആ ജ്ഞാനവും വെച്ചുകൊണ്ട് ജീവിതായോധനത്തിൽ പങ്കെടുക്കുമ്പോൾ തളരുന്ന സമയത്ത് ഈ ജ്ഞാനം ഓരോരിക്കലും ഒരശി കോൺസ്റ്റന്റ് കോണ്ടാക്ട് ഈ ജ്ഞാനവുമായിട്ട്. അതിനു പേരാണ് മനനം. കേൾക്കുന്നു, കേട്ടതോട് വിട്ടുകളഞ്ഞാൽ പ്രയോജനപ്പെടുന്നില്ല. ഈ കേട്ടത് ശ്രോതവ്യോ മന്തവ്യോ നിധിധ്യാസിതവ്യ. നല്ലവണ്ണം കേട്ടു, നല്ലവണ്ണം മനനം ചെയ്തു, പിന്നെ നമ്മളുടേതാക്കി തീർക്കുന്നു. നിധിധ്യാസിതവ്യ, സ്വരൂപമായി സാക്ഷാത്കരിക്കുന്നു. വളരെ പ്രസിദ്ധമായൊരു കഥയുണ്ട്. ഒരു രാജാവിൻ്റെ സദസ്സിൽ ഒരു യക്ഷൻ വന്നു. ആ യക്ഷൻ
രാജാവിൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനിതാ 3 അസ്ഥികൂടം കൊണ്ടുവന്നിരിക്കുന്നു. ഞാൻ അനേകം സദസ്സുകളിൽ ചെന്നിട്ടുണ്ട്. ഞാനൊരു ചോദ്യം ചോദിക്കാം. ഈ ചോദ്യത്തിന് നിങ്ങളുടെ പണ്ഡിതന്മാർ ആരും ഉത്തരം പറഞ്ഞിട്ടില്ലെങ്കിൽ ഇവിടെയുള്ള പണ്ഡിതന്മാരെയൊക്കെ പിടിച്ചുകൊണ്ടുപോകും. 3 അസ്ഥികൂടം അവരുടെ മുമ്പിലിട്ടു. ഇതിൽ ഉത്തമ മനുഷ്യന്റെ അസ്ഥികൂടം ഏതാണ്? അല്ലാത്ത മധ്യമൻ ആരാണ്? നീചൻ ആരാണ്? എല്ലാവരും പരിശ്രമിച്ച് നോക്കി, ഒരാൾക്കും ഒരു പിടിയില്ല. ഇതെങ്ങനെ? അറ്റ്ലീസ്റ്റ് തോലും പുറമേക്കുള്ള മാംസവും ഉണ്ടെങ്കിലെങ്കിലും മുഖലക്ഷണം കണ്ടിട്ടെങ്കിലും വല്ലതും പറയാം. ഇതിപ്പോൾ തോലും മാംസവും പോയി കഴിഞ്ഞാൽ എല്ലാ അസ്ഥികൂടും ഒരേമാതിരിയാണ് അല്ലേ? ഒന്നും സൗന്ദര്യവും ഒക്കെ നമുക്ക് ഈ മാംസം വെച്ച് അടച്ചാലേ ഉള്ളൂ, അല്ലെങ്കിൽ ഒക്കെ കഴിഞ്ഞു. അതാണ് അപ്പർ സ്വാമികൾ പറഞ്ഞു ഒരു പാട്ടില്, ഒരു തേവാരത്തിൽ പാടി, മുള കെട്ടിയിട്ട് വീട് കെട്ടണ പോലെ മാമരൈക്കാട് വേദാരണ്യത്തിൽ സ്വാമിയോട് പാടിയതാണ്. ഭഗവാനെ, മുളകള് കാലുകളിൽ എല്ലുകളാവുന്ന മുള വെച്ച് ഞരമ്പുകൾ കൊണ്ട് കൂട്ടിക്കെട്ടി മാംസമാവുന്ന മണ്ണടച്ച് അതിന് മേലെ എന്താ സിമെന്റ് പൂശുന്ന പോലെ, ഈ പൂശാൻ എന്താ ചുണ്ണാമ്പ് തേക്കണ പോലെ തോല്, എന്നിട്ട് മേലെ കൂരയ്ക്ക് വൈക്കോലോ ഓലയോ ഇടുന്ന പോലെ തലമുടി, അത് അപ്പപ്പോ വെട്ടുക, കൂട്ടുക, കുറയ്ക്കുക, ഈ പരിപാടിയൊക്കെ ചെയ്ത് ഈ ശരീരമാവുന്ന വീട്, ഈ കൂര വീടിന്, കൂരയ്ക്ക് തീ അപകടം, അതേപോലെ ഈ ശരീരത്തിനും തീ അപകടം എന്നാണ്. അപ്പൊ ഈ ശരീരത്തിന് പുറമേക്ക് ചതയും മാംസം മജ്ജയും ഒക്കെ ഉണ്ടെങ്കിൽ കണ്ടാൽ അല്പം അറിയാം. ഇത് അതൊക്കെ പോയി കഴിഞ്ഞാൽ എന്താ അറിയാം? വെറും അസ്ഥികൂടം. ഈ 3 അസ്ഥികൂടങ്ങളെ കൊണ്ടുവന്ന് ഇട്ടിട്ടാണ് ഈ യക്ഷൻ ചോദിക്കുന്നത്, ഉത്തമനാര്, മധ്യമനാര്, അധമനാര്. ആർക്കും ഒരു പിടി കിട്ടിയില്ല. വളരെ വിഷമിച്ചിരിക്കുമ്പോ അവിടെ ഒരു അവധൂതൻ അവിടെ വന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ കാണിച്ചു തരാം. ഈർക്കൽ കൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ട് ഒരു അസ്ഥികൂടത്തിന് ചെവിയുടെ ദ്വാരത്തിൽ ഇട്ടു. ചെവിയുടെ ദ്വാരത്തിൽ ഇട്ടപ്പോ അത് ചെവിയിലൂടെ കടന്നിട്ട് ഈ ചെവിയിലൂടെ പുറത്തേക്ക് വന്നു. അപ്പൊ പറഞ്ഞു, ഇതാണ് അധമ മനുഷ്യൻ, അവന്റെ ലക്ഷണം ഇതാണ്. എന്ത് കേട്ടാലും ഇങ്ങനെ കേൾക്കും, ഇങ്ങനെ വിടും. ഇങ്ങനെയുള്ളവർ സൂക്ഷിച്ചോളണം കേട്ടോ. അവരുടെ ലക്ഷണം പറഞ്ഞുതരാം. നമുക്ക് സത്സംഗം ഗംഭീരമായിട്ട് പതുക്കെ 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 നമ്മൾ പുരോഗമിക്കുമ്പോൾ വളരെ ആഴമായിട്ട് നമ്മൾ ഒരു പക്ഷെ ആസ്വദിക്കും. ആസ്വദിച്ചു കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിപ്പോകുമ്പോൾ ചിലപ്പോൾ ഈ 3rd കാറ്റഗറി നമ്മളുടെ കൂടെ കൂടും. എന്നിട്ട് അവർ പറയും, കേൾക്കാനൊക്കെ നന്നായിരുന്നു, പക്ഷെ ഇതൊന്നും നമുക്കൊന്നും പറ്റില്ല എന്നോ. അതാണ് 3rd കാറ്റഗറി. 2nd കാറ്റഗറി, അടുത്ത അസ്ഥികൂടത്തിനെ അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അതിന്റെ ചെവിയിലൂടെ ഈർക്കൽ കടത്തി. ഈർക്കൽ കടത്തിയപ്പോ അത് വായിലൂടെ പുറത്തേക്ക് വന്നു. അതെങ്ങനെയെന്ന് വെച്ചാൽ ചിലരിങ്ങനെയൊക്കെ എഴുതി 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 എടുക്കും. എഴുത്തച്ഛന്മാർ ധാരാളം ഉണ്ട്. അവരൊക്കെ എഴുതിയെടുത്ത് വെച്ചിട്ട് ഒക്കെ റീപ്രൊഡ്യൂസ് ചെയ്യും. എല്ലാം അവർക്ക് വായിലൂടെ പറയും. പക്ഷെ അതും പോരാ, ഇതും 2nd കാറ്റഗറിയാണ്. 3rd കാറ്റഗറി മൂന്നാമത്തെ അസ്ഥികൂടത്തിന്റെ ചെവിയിലിട്ടു ഈർക്കൽ. അത് ഈ ചെവിയിലൂടെ പുറത്തു വന്നില്ല, വായിലൂടെയും പുറത്തു വന്നില്ല, നേരെ വളഞ്ഞിട്ട് ഹൃദയസ്ഥാനത്തിലേക്ക് പോയി എന്നാണ്. അപ്പോ ഇതാണ് ഉത്തമ ശ്രോതാവിന്റെ ലക്ഷണം. ഉത്തമ ശ്രോതാവിന്റെ സത്സംഗത്തിന്റെ ഒരാരംഭമാണ് ഈ കഥ പറയണത്. പ്രാകൃത ശ്രോത, മധ്യമശ്രോത, ഉത്തമശ്രോത. പ്രാകൃത ശ്രോത എങ്ങനെയാണോ? പ്രാകൃത ശ്രോത ബി വെയർ ഓഫ് ഹിം. പ്രാകൃത ശ്രോത. മധ്യമശ്രോത ബോറടിപ്പിച്ച് കളയും നമ്മളെ. ചിലപ്പോ അത് മുഴുവൻ കാണാതെ പഠിച്ചിട്ട് പറ പറഞ്ഞുകൊണ്ടിരിക്കും. ഉത്തമശ്രോത അതങ്ങനെ ഹൃദയത്തിൽ ഇറങ്ങി അദ്ദേഹത്തിൻ്റെതായിട്ട് ചിലപ്പോൾ പുറത്തു വരും. അതാണ് സത്സംഗത്തിൽ എന്തുകൊണ്ട് എഴുതാൻ പാടില്ല എന്ന് പറയണമെന്ന് വെച്ചാൽ, 2 തരത്തിലുള്ള കിണറുകളുണ്ട്. വീണ്ടും പറയാം, നമ്മൾ വിഷയത്തിലേക്ക് കടക്കാൻ പോണേ ഉള്ളൂ. കംപ്ലീറ്റ് ആയിട്ട് ഇൻട്രൊഡക്ഷനാണ്. 2 തരത്തിലുള്ള കിണറുകളുണ്ട്. നാട്ടുംപുറത്തുള്ളവർക്കും വീട്ടിൽ കിണറുള്ളവർക്കും മനസ്സിലാവും. ഒരു തരം കിണറ് പാത്രം പോലെയാണ്. അതായത് മഴ തുടങ്ങുമ്പോഴേക്കും നിറയും. ഒരു ദിവസം വെയിലടിച്ചാൽ ചോട്ടിലേക്ക് പോകും വെള്ളം. നല്ല കിണറ്
എത്ര മഴ പെയ്താലും ഈ ചിലപ്പോ ഈ ഇടവപ്പാതിക്കൊന്നും നിറയില്ല. അതിങ്ങനെ മഴ പെയ്തുകൊണ്ടേയിരിക്കും. ഇടവപ്പാതിക്കൊന്നും നിറയില്ല, അത് വറ്റൂല്ല. ആ വെള്ളം ഭൂമിയിൽ പോയിട്ട് ഊറ്റായിട്ട് പതുക്കെ തുലാവർഷം കഴിഞ്ഞിട്ട് പൊന്തി വരും വെള്ളം. ഇതുപോലെയാണ് രണ്ട് ടൈപ്പുള്ള ശ്രവണം. ഒരു ശ്രവണം അവർ കേൾക്കുമ്പോഴേക്കും എല്ലാം പിടിച്ചു വയ്ക്കും. ഇത് ഇമോഷണലി ദേ വിൽ റിയാക്ട്. മുഴുവൻ എടുത്തു വയ്ക്കും. എന്നിട്ട് മുഴുവൻ അവർക്ക് പുറത്ത് പറയാനും കഴിയും. പക്ഷെ ഒരു 10 ദിവസം കഴിഞ്ഞാൽ പോയി, ഗ്യാസ് പോയി. മറ്റേ കാറ്റഗറി, രണ്ടാമത്തെ കാറ്റഗറി എങ്ങനെയാന്ന് വെച്ചാൽ കേൾക്കുന്നത് മുഴുവൻ അവർക്ക് പോലും അറിയില്ല. അവരൊന്നും കോൺഷ്യസ്ലി ദേ വിൽ നോട്ട് സ്റ്റോർ, ഒന്നും എഴുതി വെക്കുകയോ ബുദ്ധിയിൽ ശേഖരിച്ച് വെക്കുകയോ ഒന്നും ചെയ്യില്ല. അത് എവിടെയോ പോയിട്ട് ഈ മണ്ണിന്റെ ഉള്ളിലേക്ക് വെള്ളം കിടക്കണ പോലെ, മണ്ണിന്റെ ഉള്ളിലേക്ക് വെള്ളം കിടക്കണ പോലെ അകമയ്ക്ക് കടന്നുകൊണ്ടേയിരിക്കും അത്. എന്നിട്ട് ഊറ്റായിട്ട് അകമയിൽ നിന്ന് ശുദ്ധജലമായിട്ട് വരുന്ന പോലെ അകമയെ ചെന്നിട്ട് അവരുടേതായിട്ട് അത് പുറമേക്ക് വരും. അല്ലാതെ ഈ പറയണ ആളുടേത് റീപ്രൊഡ്യൂസ് ചെയ്യല്ല, അവരുടേതായിട്ട് അത് അനുഭവമായിട്ട് അനുഭൂതിയായിട്ട് പുറമേക്ക് വരും. അത് ഉത്തമശ്രവണം. അപ്പൊ ഈ 3 തരത്തിലുള്ള ശ്രോതാക്കളുമുണ്ട്: പ്രാകൃതൻ, മധ്യമൻ, ഉത്തമൻ. അപ്പോ ആദ്യം ഈ കേൾക്കുന്ന ജ്ഞാനത്തിനെ നല്ലവണ്ണം ഗ്രഹിച്ചുകൊള്ളാം. എന്നിട്ടോ പതുക്കെ അയവർക്കുക അകമയ്ക്ക്. എന്നിട്ട് സ്വായത്തമാക്കാം. ശ്രോതവ്യോ മന്തവ്യോ നിധിധ്യാസിതവ്യ. എന്നിട്ട് പതുക്കെ അതിൻ്റെ അന്തസത്തയായിട്ടുള്ള ആത്മവിചാരത്തിലേക്ക് ഇറങ്ങുക. ആത്മവിചാരത്തിലേക്ക് ഇറങ്ങുക. ആ ആത്മവിചാരത്തിന്റെ ലക്ഷ്യസ്ഥാനമാണ് ഗീതയിൽ സ്ഥിതപ്രജ്ഞൻ എന്ന് ഭഗവാൻ പറയുന്നത്. ഈ അധ്യായത്തിൽ, രണ്ടാമത്തെ അധ്യായത്തിൽ, ആദ്യത്തെ അധ്യായം ഗീതയിൽ വിഷാദയോഗമാണ്. ഇതൊക്കെ വീണ്ടും പറയാണ്. ഗീത ഒരു നല്ല മനുഷ്യനെ വെച്ചുകൊണ്ട് ആരംഭിക്കാമായിരുന്നു ഭഗവാൻ. ബാക്കി എല്ലാ പുസ്തകങ്ങളും ആരംഭിക്കുമ്പോൾ എന്തെങ്കിലും അല്ലെ, വിഷ്ണു സഹസ്രനാമം ആരംഭിക്കുമ്പോൾ ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം നല്ല പദത്തോടെ ആരംഭിക്കും. ഗീതയിൽ ആരംഭിക്കുമ്പോൾ തന്നെ ഒരു നല്ല മനുഷ്യൻ ഒരു സ്തോത്രത്തോടെ ആരംഭിക്കാൻ പാടില്ലേ? പാർത്ഥായ പ്രതിബോധിനാമൊക്കെ പിന്നീട് ആരോ എഴുതി ചേർത്തതാ. ഗീത ആരംഭിക്കുന്നത് ധൃതരാഷ്ട്രോ വാചാ എന്നാണ്. വേറെ ആരെയും കിട്ടിയില്ലേന്ന് തോന്നുന്നു നമുക്ക്. വ്യാസന് 2 കണ്ണും അദ്ദേഹത്തിനില്ല. അകമേക്കും കണ്ണില്ല, പുറമേക്കും കണ്ണില്ല. മറ്റുള്ളവർ പറഞ്ഞു കൊടുത്താലും അറിയില്ല. അങ്ങനെയുള്ള ആള്. എന്തിനാന്ന് വെച്ചാൽ ഭഗവാൻ പറയണത് ലോകത്തിൽ അധികം പേരും ഇങ്ങനെയാണെന്നാണ്. ധൃതരാഷ്ട്രന്മാരാണ്. എന്നാലോ ഒരു കണ്ണില്ലാത്ത ആൾക്ക് സഹായിക്കാൻ ഒരാൾ വേണം അല്ലേ? ഉണ്ടെങ്കിൽ അയാൾക്ക് എവിടെ വേണമെങ്കിൽ പോവാം. ഇയാളുടെ ഭാര്യ എന്ത് ചെയ്തു? അവര് സ്വയം കണ്ണുകെട്ടി. അപ്പൊ എന്താ, വഴി നടത്താൻ ആരുമില്ല. കുട്ടികളൊക്കെ എങ്ങനെയായി നമുക്കറിയാം. ഗാന്ധാരിയുടെ കഥ ഇതും ഒരു സിമ്പിളാണ്. അതായത് ബുദ്ധി സ്വയം തന്നെ മറച്ചു കളയുക. അപ്പോ അവരിൽ ജനിക്കുന്ന 100കണക്കിന് ആശകൾ, ആഗ്രഹങ്ങളാണ് ഈ കൗരവന്മാർ മുഴുവൻ. മാത്രമല്ല കൗരവന്മാർ എവിടുന്ന് ജനിച്ചു? മാംസപിണ്ഡത്തു നിന്നുള്ള ജനനമാണ്. എന്നുവെച്ചാൽ ജഡവസ്തുക്കളോടുള്ള, ജഡത്തിനോടുള്ള പ്രതിപത്തിയിൽ നിന്നുണ്ടാകുന്ന ആഗ്രഹങ്ങളാണ് കൗരവന്മാർ. ജഡത്തു നിന്നുള്ള ജന്മം, ചൈതന്യത്തു നിന്നുള്ള ജന്മമല്ല, ജഡത്തു നിന്നുള്ള മാംസപിണ്ഡത്തിനെ വ്യാസൻ കുറെ കുറുമ്പ് കാണിച്ചു. ഇന്ന് നമ്മൾ ക്ലോണിങ്ങും മറ്റേതും മറിച്ചതും ഒക്കെ പറയണ പോലെ ഒരുപാട് ചെയ്തിട്ടുണ്ട് വ്യാസഭഗവാൻ. കുറെ മാംസപിണ്ഡങ്ങൾ വെട്ടി മുറിച്ചിട്ടു 100 കുടത്തില്. എന്നിട്ട് ഒരു കക്ഷത്തിൽ വെച്ചു. ആ 100 കുട്ടികളുടെ ആൺകുട്ടികളെ സങ്കല്പിച്ചു. അപ്പോഴും മനസ്സിലൊരു സങ്കല്പം, ഗാന്ധാരിക്ക് ഒരു പെൺകുട്ടി പോലും കൂടിയും വേണം. അപ്പോൾ വ്യാസം പറഞ്ഞു, ഇതാ കിടക്കണം ഒരു കഷ്ണം. അതിനെ ഇട്ടപ്പോഴാണ് ദുശള ഉണ്ടായത് എന്നാണ്. മഹാഭാരത കാലത്തിന്റെ ആ ഘട്ടത്തിലേക്ക് നമ്മൾ വീണ്ടും പോയിക്കൊണ്ടിരിക്കുന്നു. അതായത് മഹാഭാരതത്തിൽ 2 വിദ്യകൾ വളരെ പ്രബലമായിരുന്നു. ഒന്ന് ആയുധം, 2 ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ബർത്ത്. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ജനറ്റിക് എഞ്ചിനീയറിങ്ങും ന്യൂക്ലിയർ പവറും മഹാഭാരത കാലത്തിൽ ഏറ്റവും പ്രബലമായിരുന്നു. ഇത് രണ്ടും പ്രകൃതിക്ക് അത്യധികം വിരുദ്ധമായതുകൊണ്ട് ഭഗവാൻ ആ വിദ്യയെ
അതിൻ്റെ ഒരു മാർക്ക് പോലും ഇല്ലാതെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കുരുക്ഷേത്ര യുദ്ധം. ആ യുദ്ധം കഴിഞ്ഞതും പിന്നീടുള്ള ഹിസ്റ്ററിയിൽ എവിടെയും ന്യൂക്ലിയർ പവറുടെ പ്രതിപാദനവുമില്ല, ജനറ്റിക് എഞ്ചിനീയറിംഗിൻ്റെ പ്രതിപാദനവുമില്ല. നമ്മളിതാ വീണ്ടും ആ ഘട്ടത്തിലേക്ക് വന്നിരിക്കണു. എന്നുവെച്ചാൽ മറ്റൊരു യുദ്ധം വരേണ്ടി വരുവാം സാധ്യതയുണ്ട്. ഈ വിദ്യ വളരാൻ അനുവദിച്ചുകൂടാ എന്നാണ് പ്രകൃതിയുടെ നിയമം. മഹാഭാരത കാലത്തിൻ്റെ അതേ കാലഘട്ടത്തിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നു. ആ സ്ഥിതിയിലേക്ക് തന്നെ വീണ്ടും എത്തിയിരിക്കുകയാണ്. അതാണ് ഭഗവാൻ കാലോസ്മി ലോകക്ഷയകൃത് പ്രവൃത്ത, ഒക്കെ ക്ഷയിപ്പിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നാണ്, ഒന്നും വളർത്താനല്ല. ഈ വിദ്യകളുടെ മാർക്ക് പോലും ഇല്ലാതെ തുടച്ചു നീക്കി. അതിനുശേഷം വെറുതെ കള്ളം പറഞ്ഞ് കഥ എഴുതിയതാണെങ്കിൽ മഹാഭാരതത്തിന് ശേഷമുള്ള കഥകൾ എത്രയോ വന്നിട്ടുണ്ട്. അതിലൊക്കെ എഴുതാമായിരുന്നുവല്ലോ. ഒരിടത്തും ഒരു ബ്രഹ്മാസ്ത്രമോ വരുണാസ്ത്രമോ ഒന്നിൻ്റെയും പ്രതിപാദനവുമില്ല, ആർട്ടിഫിഷ്യലായിട്ടുള്ള ഈ ജനനങ്ങളുമില്ല. ആട്ടെ, അത് വിഷയം വേറെ. അപ്പോൾ ഈ നൂറ്റിക്കണക്കിനുള്ള കൗരവർ അജ്ഞാനത്തിൻ്റെ സന്തതികളാണ്. ധൃതരാഷ്ട്രരെ വെച്ചുകൊണ്ടാണ് ഗീത ആരംഭം. ആദ്യത്തെ അധ്യായത്തിൻ്റെ പേരോ അർജുന വിഷാദയോഗം. വിഷാദത്തിൽ നിന്നാണ് അധ്യാത്മവിദ്യ തന്നെ ആരംഭിക്കുന്നത്. ദുഃഖത്തിൽ നിന്ന്, സുഖത്തിൽ നിന്ന് ആരംഭിക്കാം. പക്ഷേ ഒരു പാരഡോക്സ്, അധ്യാത്മജീവിതം പലപ്പോഴും ദുഃഖത്തിൻ്റെ തുടർച്ചയാണ്. ദുഃഖത്തിൽ നിന്നാണ് അധ്യാത്മജീവിതം ആരംഭിക്കുന്നത്. അതുകൊണ്ടാണ് മഹാത്മാക്കൾ പലരും ഞങ്ങൾക്ക് ദുഃഖം വരികയാണെങ്കിൽ ധാരാളം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടുള്ളത്. ഗീതയിൽ ഭാഗവതത്തിലൊക്കെ കുന്തി വിപദഃ സന്തു നശ്വത് തത്ര തത്ര ജഗദ്ഗുരു ഭവതോ ദർശനം യത് സ്യാദ് അപുനർഭവ ദർശനം. അപ്പൊ ദുഃഖം, വിഷാദം, ആ വിഷാദം സത്സംഗത്തോടു കൂടെ ചേരുമ്പോൾ വിഷാദം യോഗമായിട്ട് മാറും. വിഷാദം ദുസ്സംഗത്തോടു കൂടെ ചേരുമ്പോൾ വിഷാദം രോഗമായിട്ട് മാറും. നമുക്ക് രണ്ടും നമ്മൾ എവിടെ കാല് വെച്ചിരിക്കണമെന്ന് അത്രേ വ്യത്യാസമുള്ളൂ. വിഷാദം സത്സംഗത്തിൻ്റെ കൂടെ ചേരുമ്പോൾ അർജുനനും വിഷാദം വന്നു, കർണനും വിഷാദം വന്നു, ദുര്യോധനനും വിഷാദം വന്നു. ദുര്യോധനന്റെ സംഘം ശകുനിയോടാണ്. അത് ദ്രോഹമായിട്ട് മാറി. യോഗമാവുന്നതിന് പകരം, രോഗമാവുന്നതിന് പകരം തനിക്കും മറ്റുള്ളവർക്കും ദ്രോഹമായിട്ട് മാറി. ഇവിടെ വിഷാദം യോഗമായിട്ട് മാറുകയാണ് കൃഷ്ണനുമായിട്ടുള്ള സംഘത്തിൽ. ആ വിഷാദത്തിന്റെ പരിണത ഫലമായിട്ട് കർമ്മത്തിനെ ഉപേക്ഷിച്ചു അർജുനൻ. ഞാൻ കർമ്മം ചെയ്യില്ല. നല്ല ഒരു ലക്ഷണമാണ്. വിഷാദം വരുമ്പോൾ യു ഷുഡ് നോട്ട് ആക്ട്. ഉള്ളിൽ തെളിച്ചം വരുന്നവരെ, ഇപ്പം നമുക്ക് റെഡ് ലൈറ്റ് കാണുമ്പോൾ റോഡിൽ വണ്ടി ഓടിക്കാൻ പാടില്ല, നിർത്തണം അല്ലേ? ഗ്രീൻ സിഗ്നൽ കണ്ടിട്ടേ വണ്ടി പോകാൻ പാടുള്ളൂ. അതേപോലെ അകമേ ശരിയില്ലെങ്കിൽ അല്പം ഒന്ന് കർമ്മം നിർത്തിയിട്ട് അകമയ്ക്കൊന്ന് ശരിയാക്കുക, എന്നിട്ട് വണ്ടി ഓടിക്കുക എന്നാണ്. വീണ്ടും വണ്ടി എടുക്കുക, കർമ്മത്തിലേക്ക് വീണ്ടും കടക്കാം, കുഴപ്പമില്ല. ഇത് നമ്മളുടെ ഋഷികളുടെ സമ്പ്രദായമാണ്. കർമ്മത്തിന് അത്യധികം പ്രസക്തി നമ്മൾ കൊടുത്തിട്ടില്ല. ഗീതയെ എളുപ്പത്തിൽ നമ്മൾ വ്യാഖ്യാനിച്ചു കളയും. ഗീതയിൽ ഭഗവാൻ എന്താ പറഞ്ഞിരിക്കുന്നത്? അവരവരുടെ ഡ്യൂട്ടി ചെയ്യാന്ന്. ഗീതയുടെ സന്ദേശം അതല്ല. ഡ്യൂട്ടി എങ്ങനെ ചെയ്യണമോ അങ്ങനെ ചെയ്യണം. സംബന്ധമില്ലാതെ, സംഘമില്ലാതെ, പൂർണ്ണതയോടുകൂടെ ചെയ്യണം. ഒരു പൂർണ്ണത്വത്തിൻ്റെ എക്സ്പ്രഷൻ ആയിരിക്കണം കർമ്മം ചെയ്യണത്. ആട്ടെ, അപ്പോൾ അർജുനന് വിഷാദം വന്നു, ദുഃഖം വന്നു. ആ ദുഃഖത്തിൻ്റെ പരിണത ഫലമായിട്ടാണ് രണ്ടാമത്തെ അധ്യായത്തിൽ. ആദ്യത്തെ അധ്യായത്തിൽ ഗീത ഉപദേശമേ ഇല്ല. അജ്ഞാനത്തിൻ്റെ ലക്ഷണമാണ് വിഷാദം. അജ്ഞാനത്തിൻ്റെ തന്നെ ലക്ഷണമാണ് അഹങ്കാരവും. ആദ്യത്തെ അധ്യായത്തിൽ നിങ്ങൾക്ക് കാണാം, ശരണാഗതി ഇല്ല അർജുനന്. കൃഷ്ണനോട് ചോദിക്കൂന്നും പറഞ്ഞില്ല, ഗീത ഉപദേശിക്കൂന്നും പറഞ്ഞില്ല. ആദ്യത്തെ അധ്യായത്തിൽ അർജുനന് കൃഷ്ണ ഈസ് എ മിയർ കാർ ഡ്രൈവർ, അത്രയേ ഉള്ളൂ. ആദ്യത്തെ അധ്യായത്തിൽ സാഖ്യയോഗത്തിൽ കൃഷ്ണനോട് അർജുനൻ ഓർഡറാണ് കൊടുക്കണത്. സേനയോർ ഉഭയോർ മധ്യേ രഥം സ്ഥാപയമേ അച്യുത. ഹേ അച്യുത, രണ്ട് സൈന്യത്തിന്റെ നടുവിൽ എൻ്റെ രഥം കൊണ്ടുപോയി നിർത്തൂ. ഒരു വാക്ക് ഭഗവാൻ മിണ്ടണില്ല. ഡ്രൈവറുടെ പൊസിഷൻ എടുത്താൽ, അതാണ് ഭീഷ്മർ പറയണത് ഭാഗവതത്തിൽ, കൃഷ്ണൻ നമുക്ക് ജീവിച്ച് കാണിച്ചു തരികയാണെന്ന്. ഡ്രൈവറായിട്ടിരുന്നാൽ ഡ്രൈവറായിട്ട്, അവിടെ ഞാൻ ദ്വാരകാധീശനാണെന്നൊന്നും കാണിക്കില്ല. ഡ്രൈവറുടെ പൊസിഷൻ ആണെങ്കിൽ ഡ്രൈവർ, എച്ചിലെടുക്കാനാണെങ്കിൽ എച്ചിൽ, ദൂതനായിട്ട് പോവുകയാണെങ്കിൽ ദൂതൻ,
പശുവിനെ മേയ്ക്കാനാണെങ്കിൽ പശുവിനെ മേയ്ക്കാൻ. ഏത് റോളാണോ ആ റോളിൽ ഭംഗിയായിട്ട് നടിക്കുകയാണോ ഭഗവാൻ. അപ്പോൾ വണ്ടി ഓടിച്ചു കൊണ്ടുപോയി നിർത്താൻ പറഞ്ഞപ്പോൾ ഭഗവാൻ ചെയ്തു. പക്ഷെ അതിനോടുകൂടെ ഒരു കുറുമ്പും ഒപ്പിച്ചു. രഥം കൊണ്ടുചെന്ന് ഭീഷ്മദ്രോണ പ്രമുഖതഃ സർവേഷാം ച മഹീക്ഷിതാം ഉവാച പാർത്ഥ പശ്യേതാൻ സമവേതാൻ കുരൂനിതി. കൊണ്ടുചെന്ന് നിർത്തി. എന്നിട്ട് അർജുനനോട് പറഞ്ഞു, ഹേ പാർത്ഥ, ദാ മുത്തശ്ശൻ, ദാ ഗുരു, എല്ലാരെയും കാണുക, സമവേതാൻ കുരു. എന്താന്ന് വെച്ചാൽ ഭഗവാൻ അറിയാം ഇയാളുടെ ഉള്ളിൽ ഡിപ്രഷൻ ഉണ്ട്, അത് പുറമേക്ക് വരണം. ഉള്ളിൽ ദുഃഖമുണ്ട്, അത് പുറമേക്ക് വരണം. അതുകൊണ്ടാണ് മഹാത്മാക്കളുടെ അടുത്ത് ഇരിക്കുമ്പോൾ അവരെങ്ങനെയാന്ന് വെച്ചാൽ കൊട്ടിയും കോലും കളിക്കണ പോലെയാണ്. ആദ്യം, ഇന്നത്തെ കുട്ടികൾക്കൊന്നും അത് പറഞ്ഞാൽ മനസ്സിലാവില്ല, പുള്ളു ചുവട്ടിലിട്ട് അടിച്ചിട്ട് പൊന്തിക്കും. കുറച്ച് പൊന്തിച്ചു കഴിഞ്ഞാൽ ഒരു അടി കൊടുത്താൽ മേപ്പോട്ട് പോകും. അതുപോലെ മഹാത്മാക്കളുടെ അടുത്തിരിക്കുമ്പോൾ പലപ്പോഴും അവർ നമ്മളുടെ ഉള്ളിലുള്ള വാസനയൊക്കെ ഇളക്കിവിടും. ഇളക്കിവിട്ട് നമ്മളെ ഒന്ന് ഇളക്കും, ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇളക്കും. അതുകൊണ്ട് പലപ്പോഴും ജ്ഞാനികളുടെ അടുത്തിരിക്കുക എന്ന് പറയുന്നത് അഗ്നിയുടെ അടുത്തിരിക്കണ പോലെയാണ്. യേശുക്രിസ്തുവിൻ്റെ ഒരു വാക്കുണ്ട്, ടു സ്റ്റേ നിയർ മീ ഇസ് ടു സ്റ്റേ നിയർ ഫയർ, ബട്ട് ടു ഗോ എവേ ഫ്രം മീ ഇസ് ടു ഗോ എവേ ഫ്രം ദ കിങ്ഡം ഓഫ് ഗാഡ് എന്നാണ്. എൻ്റെ അടുത്തിരിക്കുക എന്നുള്ളത് അഗ്നിയുടെ അടുത്തിരിക്കണ പോലെയാണെന്ന് വെച്ചാൽ ഒക്കെ ഭസ്മമാക്കി കളയും. പക്ഷെ അയ്യോ വേണ്ട, നമുക്കിത് വേണ്ട, ഓടിപ്പോവാം എന്ന് പറഞ്ഞ് അകലുകയാണെങ്കിലോ ഈശ്വരനിൽ നിന്ന് അകലുകയാണെന്നാണ്. അപ്പോൾ ഒരു സദ്ഗുരുവിൻ്റെ അടുത്തിരിക്കൽ എന്ന് പറയുന്നത് അദ്ദേഹം നമ്മളുടെ ഉള്ളിലുള്ള സകല വിധത്തിലുള്ള കാലുഷ്യത്തിനെയും ഇളക്കിവിടും, അഹങ്കാരത്തിനെ ഇളക്കിവിടും. നമ്മൾ ആരും അറിയാതെ ഉള്ളിൽ അടച്ചു വെച്ചിരിക്കുന്ന ചിലതൊക്കെ ആരും കാണാൻ പാടില്ല, നമ്മൾ തന്നെ ഇല്ല എന്ന് ധരിച്ചു വെച്ചിരിക്കുന്നതൊക്കെ അദ്ദേഹം പൊക്കിവിടും, പുറമേക്ക് ഇളക്കിവിടും. ഇപ്പൊ അർജുനനെയും ഭഗവാൻ ചെയ്തത് അതാണ്. അർജുനന്റെ ഉള്ളിൽ അറ്റാച്ച്മെന്റ് ഉണ്ട്, ബന്ധുക്കളോടുള്ള ആസക്തി ഉണ്ട്, അഹങ്കാരമുണ്ട്, പക്ഷപാതമുണ്ട്. എത്രയോ പേര് ഇതിനു മുമ്പ് കൊന്നിട്ടുണ്ട്, അവരോടൊന്നും ഇല്ലാത്ത ഒരു പ്രാമുഖ്യം ഇവരോടൊക്കെ ഉണ്ട്, ആ പക്ഷഭേദമുണ്ട്. ഇതൊക്കെ പുറമേക്ക് ഇളക്കി കൊണ്ടുവരണം. അതിനായിക്കൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് കുരുക്ഷേത്ര ഭൂമിയിൽ ഭീഷ്മദ്രോണന്മാരുടെ മുമ്പിൽ കൊണ്ടു ചെന്ന് നിർത്തിയതും പോരാതെ പശ്യേതാൻ സമവേതാൻ കുരൂൻ ഇതി. ഹേ പാർത്ഥ, ദാ കൗരവന്മാരെ ഒക്കെ കണ്ടുകൊള്ള, എൻ്റെ ബന്ധുക്കൾ കണ്ടുകൊള്ള. അത്രയും നേരം കണ്ടില്ല എന്നാണ് അർജുനൻ. അതാണ് നോക്കണം, നമ്മളുടെ വാസന ചിലപ്പോൾ മൈൽഡായിട്ട് മാനിഫെസ്റ്റ് ആവും, പക്ഷേ മഹാത്മാക്കളുടെ സന്നിധിയിൽ ചിലപ്പോൾ വളരെ പ്രബലമായി വാസന പുറത്തു വരും. അതുകൊണ്ടാണ് ജയവിജയന്മാർ വൈകുണ്ഠത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ സനത്കുമാരാദികളോട് ക്രൂരമായി പെരുമാറി ഹിരണ്യകശിപുവും ഹിരണ്യാക്ഷനുമായി ജനിക്കേണ്ടി വന്നത്. നമുക്ക് സാധാരണ ഒരു അർത്ഥത്തിൽ ചോദ്യം ചോദിച്ചാൽ ഉത്തരം കിട്ടില്ല. വൈകുണ്ഠത്തിൽ ഇരുന്നിട്ട് ഇവർക്ക് എങ്ങനെ ഈ ബുദ്ധി വന്നു? പലപ്പോഴും ഇപ്പോഴും നിങ്ങൾ നോക്കിക്കൊള്ളുക, ജ്ഞാനികളും മഹാത്മാക്കളുടെ അടുത്തൊക്കെ തന്നെ ഭയങ്കരന്മാരായിട്ടുള്ള ആളുകളുണ്ടാവും. ചിലപ്പോൾ രാമകൃഷ്ണ പരമഹംസർ ഒരു ഉദാഹരണം പറയും. രാമകൃഷ്ണ പരമഹംസരോട് ആരോ ചോദിച്ചു, അങ്ങേ ലോകം മുഴുവൻ ആരാധിക്കുന്നു, ദൂരത്തുള്ളവരൊക്കെ ആരാധിക്കുന്നു, അങ്ങയുടെ അടുത്ത് ഈ ദക്ഷിണേശ്വരത്തില് അടുത്തൊക്കെ ഉള്ള ആളുകൾക്ക് അങ്ങേ വിലയില്ലല്ലോ, വിപരീതമായിട്ട് പെരുമാറുന്നുവല്ലോ. അപ്പൊ രാമകൃഷ്ണദേവൻ പറഞ്ഞു അത്രേ, വിളക്ക് കൊളുത്തുമ്പോൾ ദൂരത്തൊക്കെ വെളിച്ചം പരക്കും, വിളക്കിന്റെ ചോട്ടിൽ ഇരുട്ടായിരിക്കും. അപ്പോ ചിലപ്പോഴൊക്കെ അവരുടെ സാന്നിധ്യത്തില്, ബോധസാന്നിധ്യത്തിൽ എന്തുണ്ടെങ്കിലും അത് പ്രബലമാവും. ബോധത്തിന്റെ ജ്ഞാനി എന്ന് വെച്ചാൽ ആരാ? ഹീസ് നോട്ട് എ പേഴ്സൺ. ജ്ഞാനി ഒരു വ്യക്തിയല്ല, ബോധസ്വരൂപനാണ്, പ്രജ്ഞാസ്വരൂപനാണ്. കോൺഷ്യസ്നെസ് ആണ് അദ്ദേഹത്തിന്റെ സ്വരൂപം, ബോധസ്വരൂപൻ. ആ ബോധസാന്നിധ്യത്തിൽ എന്തുണ്ടെങ്കിലോ അത് പ്രബലമാകും. അതുകൊണ്ടാണ് ഉപനിഷത്ത് പറയുന്നത്, ഒരു ജ്ഞാനിയുടെ മുമ്പിൽ വെച്ച് നമ്മൾ എന്താഗ്രഹിക്കണമോ അത് വളരെ സൂക്ഷിച്ചു വേണം എന്നാണ്. എന്താഗ്രഹിക്കണമോ അത് നടന്നു പോകത്രേ. നെഗറ്റീവ് ആണെങ്കിലും അതെ, പോസിറ്റീവ് ആണെങ്കിലും അതെ. അത് അദ്ദേഹം കോൺഷ്യസ് ആയിട്ട് അനുഗ്രഹിക്കൊന്നും വേണ്ട. ഒരു വിളക്കിന്റെ മുമ്പിൽ എല്ലാത്തിനും വിളക്ക് വെളിച്ചം കൊടുക്കണ പോലെ ഇദ്ദേഹത്തിന്റെ സന്നിധി എല്ലാത്തിനും ശക്തി കൊടുത്തുകൊണ്ടിരിക്കും. അതേപോലെ അർജുനന് ഒരു പക്ഷേ അർജുനന്റെ ഉള്ളിലുള്ള ഈ ആസക്തി എല്ലാം കൂടെ
ഇങ്ങനെ പൊട്ടി പുറപ്പെടില്ലായിരുന്നു. പക്ഷെ കൃഷ്ണൻ അടുത്തുള്ളത് കൊണ്ട്, കൃഷ്ണന്റെ സാന്നിധ്യത്തില് കൃഷ്ണൻ കാണിച്ചു കൊടുത്തപ്പോ അവിടെ വ്യാസഭഗവാൻ പറയണത് തത്ര അപശ്യത് സ്ഥിതാൻ പാർത്ഥഃ പിതൃനത പിതാമഹാൻ. അപശ്യത് എന്നാണ്, എന്നുവെച്ചാൽ ശരിക്കും കണ്ടു. കണ്ടത് എന്താ? നോട്ട് പേഴ്സൺസ്, വ്യക്തികളെ അല്ല കണ്ടത്. ഇപ്പൊ ഞാൻ കാണുന്നു, എത്രയോ രൂപങ്ങൾ കാണുന്നു. ഈ കാണുമ്പോ ഞാൻ ഈ ചെയറും ഒക്കെ ഇരിക്കുന്ന പോലെ കുറച്ചൊരു പ്രത്യേകത, ചേതനയുള്ള ആളുകൾ ഇരിക്കുന്നു, രസിക്കുന്നു എന്നുള്ള ഒരു ഭാവം ഉണ്ടെന്നല്ലാതെ അതേസമയം വാസനയോടുകൂടെ കാണാം ഇതിനെ. ചിലരെ എനിക്ക് ഇഷ്ടപ്പെട്ടു, ചിലരെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇവരെനിക്ക് സ്വന്തക്കാരാണ്, ഇവരെ എനിക്കറിയാം, കള്ളത്തരം ചെയ്ത ആളുകളാണ്. ഓരോരുത്തരെയും സെഗ്രിഗേറ്റ് ചെയ്ത് എൻ്റെ ഉള്ളിൽ അവർക്ക് ഓരോ പ്രത്യേകത വെച്ചുകൊണ്ട് കാണാം. ഈ ഒരു കാഴ്ചയാണ് ലോകത്തിനെ നമ്മളുടെ മുമ്പിൽ സൃഷ്ടിക്കുന്നത്. ഇതിനെയാണ് ഇവിടെ അർജുനന്റെ കാണൽ എന്ന് പറയുന്നത്. തത്ര അപശ്യത് സ്ഥിതാൻ പാർത്ഥഃ. അർജുനൻ വിത്ത് ഓൾ ഡൈവേഴ്സിറ്റി, മൾട്ടിപ്ലിസിറ്റി, തൻ്റെ മുമ്പിൽ അനേക ദ്വൈതഭാവങ്ങളെ കണ്ടു. രാഗദ്വേഷ സങ്കുലമായിട്ട് പിതൃന്, പിതാമഹാന്, മാതുലാന്, ശ്വശുരാന്, ശത്രുക്കളെയും വേണ്ടവരെയും ഇഷ്ടപ്പെട്ടവരെയും ഇഷ്ടപ്പെടാത്തവരെയും തനിക്ക് വളരെ അടുപ്പമുള്ളവരെയും തനിക്ക് വെറുപ്പുള്ളവരെയും എല്ലാരെയും തന്റെ മുമ്പിൽ കണ്ടു. ഈ ഭേദബുദ്ധികളൊക്കെ മുമ്പിലുണ്ട്. ഇതിനെയൊക്കെ കണ്ടു. അങ്ങനെ കണ്ടപ്പോഴാണ്, അല്ലെങ്കിൽ വെറുതെ കാണുന്നത് നമ്മളെ അഫക്റ്റ് ചെയ്യേയില്ല. എത്രയോ വസ്തുക്കൾ കാണുന്നു, പക്ഷേ രാഗദ്വേഷത്തോടെ കാണുമ്പോൾ അതൊക്കെ നമ്മളെ ബാധിക്കും, പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ. ഇപ്പൊ അർജുനന്റെ സ്ഥിതി എന്തായി എന്ന് വെച്ചാൽ, ഗാണ്ഡീവം സ്രംസത്തെ ഹസ്താത്, കയ്യിൽ നിന്നും ഗാണ്ഡീവം കുഴഞ്ഞു വീണു. ശരീരമൊക്കെ എരിച്ചലെടുക്കാൻ തുടങ്ങി. തളർച്ച വന്നു, ബുദ്ധിയിൽ ഒരു പതർച്ച വന്നു, അശാന്തി ഉണ്ടായി. അതിഗംഭീര പുരുഷനായ അർജുനൻ ഒന്നിനും കൊള്ളാത്ത ആളെ പോലെ ആയി. എന്തിനു പറയണു? കൃഷ്ണൻ ആണും പെണ്ണും കെട്ടവനെന്ന് വിളിച്ചു അർജുനനെ. നോക്കണം, പച്ചയ്ക്ക് പറയുക ട്രാൻസ്ലേഷൻ, ക്ലൈബ്യം മാസ്മഗമഃ പാർത്ഥ എന്ന്. ക്ലീബത, നപുംസകത്വം എന്നാണ്. നീ ആണുമല്ല പെണ്ണുമല്ല എന്നുള്ള അവസ്ഥയായിപ്പോയി. വേണമെന്ന് വെച്ചൊരു ചാട്ടവാർ പെട കൊടുത്തത് അർജുനനാണ്. എന്താന്ന് വെച്ചാൽ, ഇത്ര ധീരനായിട്ടുള്ളവനെ ആര് തളർത്തി? ആര് തളർത്തി? ദുര്യോധനൻ തളർത്തിയില്ല, അവരൊന്നും അടുത്തേ വന്നിട്ടില്ല. ദുശാസനൻ തളർത്തിയില്ല, ബന്ധുക്കൾ തളർത്തിയില്ല. സ്വന്തം മനസ്സ് തളർത്തി. സ്വന്തം മനസ്സ് തളർത്തി. നമ്മളെ വേറെ ആരും നമ്മളുടെ മനസ്സ് തളർത്തിയിട്ടില്ലെങ്കിൽ ആർക്കും നമ്മളെ തളർത്താൻ പറ്റില്ല. നമ്മളുടെ മനസ്സ് നമ്മളെ ദുർബലരാക്കിയിട്ടില്ലെങ്കിൽ ആർക്കും നമ്മളെ ദുർബലരാക്കാൻ പറ്റില്ല. ഇവിടെ അർജുനനെ ദൗർബല്യത്തിലേക്ക് തള്ളിയത് മനസ്സാണ്. മനസ്സാണ് അർജുനനെ തളർത്തിയത്. ആ സ്ഥിതിയിൽ ഇരുന്നു കൊണ്ട് അർജുനൻ ഭഗവാനോട് കരഞ്ഞു. ഷാധിമാം ത്വാം പ്രപന്നം. അവസാനമായിട്ട് ആദ്യമൊക്കെ കുറെ കൃഷ്ണനെ ഉപദേശിച്ചു അല്ലേ. നമുക്ക് ചിലപ്പോൾ ഭ്രാന്ത് പിടിക്കുമ്പോഴേ നല്ലവണ്ണം വെട്ടെടുക്കുമ്പോൾ ഡോക്ടറുടെ അടുത്ത് കൂട്ടിക്കൊണ്ടുപോയാൽ ആദ്യം ഡോക്ടർക്ക് കുറെ പറഞ്ഞു കൊടുക്കും. നല്ല ഡോക്ടറാണെങ്കിൽ ഈ പറയണതൊക്കെ തീരണ വരെ കാത്തുകൊണ്ടിരിക്കും. അതുപോലെയാണ് അർജുനൻ ആദ്യത്തെ അധ്യായം മുഴുവൻ കൃഷ്ണന് പറഞ്ഞു കൊടുത്തു. ഭഗവാൻ ഒന്നും മിണ്ടിയില്ല, യാതൊന്നും മിണ്ടിയില്ല. മിണ്ടിയിട്ട് കാര്യമില്ല. നമ്മളുടെ മനസ്സ് വർത്തമാനം പറയുന്നിടത്തോളം ഗുരു വർത്തമാനം പറയില്ല. ഗുരു വർത്തമാനം പറയാൻ തുടങ്ങിയാൽ there will be silence in you. ആദ്യത്തെ അധ്യായത്തിൽ മനസ്സ് വർത്തമാനം പറയുന്നു. രണ്ടാമത്തെ അധ്യായത്തിൽ അല്പം കഴിഞ്ഞതും ആത്മാ അഥവാ ഗുരു അകമേ നിന്നും പറഞ്ഞു തുടങ്ങുന്നു ഉപദേശം. നമുക്കും അതെ, നമ്മളുടെ ഗീത പുസ്തകമൊന്നും വേണ്ട, ഗീതാ പുസ്തകമൊന്നും വേണ്ട, നമ്മളുടെ അകമേ തന്നെ നടക്കും. നമ്മൾ പറയണതിന് പ്രാർത്ഥന എന്ന് പറയാം. വെൻ യു സ്പീക്ക് ആൻഡ് ഹീ ലിസൺസ്, ഇറ്റ് ഈസ് പ്രയർ. വെൻ ഹീ സ്പീക്സ് ആൻഡ് യു ലിസൺ, ഇറ്റ് ഈസ് മെഡിറ്റേഷൻ. നമ്മൾ വർത്തമാനം പറയുന്നു, ഭഗവാൻ കേൾക്കുമ്പോൾ പ്രാർത്ഥന എന്ന് പറയാം. ഭഗവാൻ വർത്തമാനം പറഞ്ഞു തുടങ്ങിയാൽ പിന്നെ നമുക്ക് വർത്തമാനം പറയാൻ പറ്റില്ല.
നമ്മൾ വർത്തമാനം പറയണ വരെ എന്ന് വെച്ചാൽ നമ്മൾ വർത്തമാനം പറയണത് എന്താ? നമ്മുടെ മനസ്സിന്റെ ചാപല്യം, ചിത്തവൃത്തികൾ, സങ്കല്പം, ഇതാണ് നമ്മളുടെ വർത്തമാനം. വായ അടച്ചിരുന്നിട്ടും കാര്യമില്ല. വായ അടച്ചിരുന്നാലും അകമേ ഒരു വലിയ ചന്തപ്പരയുണ്ട്. അകമയ്ക്ക് വലിയ ബഹളം നടക്കുന്നുണ്ട്. ആ ബഹളം ഓഞ്ഞ് ശാന്തിയാവുന്നവരെ, നിശ്ചലമാവുന്നവരെ അവൻ വർത്തമാനം പറയില്ല. അവൻ വർത്തമാനം പറഞ്ഞു തുടങ്ങിയാലോ, തായ്മാനവ സ്വാമികൾ പാടി, പേശാത കാര്യം പേശിനാൻ തോഴി. മൗനത്തിൽ വർത്തമാനം പറഞ്ഞു, പറയാതെ പറയുക. ചൊല്ലാമൽ ചൊല്ലിനി ചൊൽ അരനിൽ എന്ന് ചുമ്മായിരുന്നായി അരുണാചലാം. രമണ മഹർഷി അക്ഷരമണമലയിൽ ഒരു പാട്ടിൽ പാടി, ഹേ അരുണാചല, അവിടുന്ന് എന്നെ ഉപദേശിച്ചു. എങ്ങനെ ഉപദേശിച്ചു എന്ന് വെച്ചാൽ വായു കൊണ്ടല്ല, ചൊല്ലാമൽ ചൊല്ലിനി, പറയാതെ പറഞ്ഞു എന്നാണ്. എങ്ങനെ പറഞ്ഞു? ചൊൽ അരനിൽ, ചിത്തവൃത്തികളില്ലാതെ, സങ്കല്പമില്ലാതെ, വികല്പമില്ലാതെ ചുമ്മായിരിക്കൂ, നിശ്ചലമായിരിക്കൂ എന്ന് പറഞ്ഞു ഉപദേശിച്ചില്ല അത്രേ, അങ്ങനെ ഇരുന്ന് ഉപദേശിച്ചു എന്നാണ്. ചുമ്മായിരുന്നായി അരുണാചലം. അതേപോലെ ഗീത എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിന്റെ ചാപല്യം, മനസ്സിന്റെ ചാഞ്ചല്യം അടങ്ങുമ്പോൾ അകമയ്ക്ക് അന്തർഹൃദയത്തിൽ നമ്മളുടെ ഗുരു, അന്തരാത്മാ തന്നെ ഗുരു അകമയിൽ നിന്ന് ഉപദേശിക്കും. അകമയിൽ നിന്ന് ഉപദേശിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ മനസ്സിന്റെ വർത്തമാനമൊക്കെ അടങ്ങും. ആത്മനഃ ഗുരുഹു ആത്മൈവ പുരുഷസ്യ വിശേഷതഃ യഹ് പ്രത്യക്ഷ അനുമാനാഭ്യാം ശ്രേയോസാവനുവിന്ദതേ. ഗുരു ആത്മാ തന്നെ, അന്തരാത്മാ തന്നെ ഗുരു. ബഹിർമുഖമായ മനസ്സിനെ ഉപദേശം കൊണ്ട് അന്തർമുഖമാക്കുന്നു. അകമേ നിന്ന് ആ മനസ്സിനെ ആകർഷിച്ച് ഹൃദയത്തിൽ അടക്കുന്നു. ആദ്യത്തെ അധ്യായം മുഴുവൻ അർജുനൻ വർത്തമാനം പറഞ്ഞു, ഭഗവാൻ കേട്ടുകൊണ്ടിരുന്നു. നമുക്കും ശ്രവണം എന്നുള്ളത് ഏറ്റവും പവർഫുള്ളാണ്. ഇന്ദ്രിയ വ്യാപാരങ്ങളിൽ ഏറ്റവും സൂക്ഷ്മമാണ്. ഏറ്റവും സൂക്ഷ്മമായ ഇന്ദ്രിയ വ്യാപാരമാണ് ശ്രവണം. കാരണം അത് ആകാശത്തിന്റെ ഗുണകമാണ്. ബാക്കിയെല്ലാം സ്ഥൂല വ്യാപാരം. മണക്കുക എന്നുള്ളത് ഏറ്റവും സ്ഥൂല വ്യാപാരമാണ്. അതുകൊണ്ടാണ് മൃഗങ്ങൾക്കൊക്കെ മണം വളരെ പ്രബലം. ഒരു നായ മണത്തുകൊണ്ടേ നടക്കും. മനുഷ്യനിൽ അത് കുറയുന്നു. അതിനേക്കാളും സൂക്ഷ്മമാണ് രുചി, അതിനേക്കാളും സൂക്ഷ്മമാണ് ദർശനം, അതിനേക്കാളും സൂക്ഷ്മമാണ് സ്പർശനം. ഏറ്റവും സൂക്ഷ്മമായ ഇന്ദ്രിയ വ്യാപാരമാണ് ശ്രവണം. അപ്പൊ ഈ ശ്രവണം എന്നുള്ള ഇന്ദ്രിയ വ്യാപാരം ഏറ്റവും ആഴമായ അധ്യാത്മ സാധനയാണ്. ആത്മസാക്ഷാത്കാരം എന്നുള്ളത് ശ്രവണം കൊണ്ടല്ലാതെ മറ്റൊന്നും കൊണ്ടും സാധിക്കില്ല എന്നുള്ളത് വേദാന്ത നിരുക്തിയാണ്. ഭാഗവതവും അതുകൊണ്ട് ശുശ്രൂഷിഭിസ്തക്ഷണാത്, കേൾക്കുന്ന ക്ഷണം മുതൽ കേൾക്കുന്നവരുടെ ഹൃദയത്തിൽ ഭഗവാൻ ആവിർഭവിക്കണമെന്ന്. എന്താന്ന് വെച്ചാൽ ഭഗവാൻ നേടിയെടുക്കേണ്ട വസ്തുവാണെങ്കിൽ കേട്ട ഉടനെ ആവിർഭവിക്കില്ല, കേട്ടിട്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. പക്ഷെ ഭഗവാൻ നേടിയെടുക്കേണ്ട വസ്തുവല്ല, കിട്ടിയിട്ടുള്ള വസ്തുവാണ്, ലബ്ധമായിട്ടുള്ള വസ്തുവാണ്, ഇപ്പൊ തന്നെ സിദ്ധമായിട്ടുള്ള വസ്തുവാണ്. നമുക്കൊക്കെ സിദ്ധിച്ചിരിക്കുന്നു. കഴുത്ത് കിടക്കുന്ന മാല കാണാനില്ല എന്ന് പറഞ്ഞ് കംപ്ലൈന്റ് കൊടുത്ത്, പെറ്റീഷൻ കൊടുത്ത്, പോലീസിൽ പറഞ്ഞ് അന്വേഷിച്ച് പിടിച്ച് അവസാനം ആരോ പറഞ്ഞു ഇതാ കഴുത്തിൽ തന്നെ ഉണ്ടല്ലോ. തൊട്ടു നോക്കിയപ്പോൾ ഇവിടെ ഉണ്ട്. മൂക്കത്ത് കണ്ണാടി വെച്ച് ആ കണ്ണാടിയിലൂടെ തന്നെ കണ്ണട തെരയും, ആ കണ്ണടയിലൂടെ തന്നെ തെരയും. അതുപോലെ നമ്മള് വസ്തുവിനെ നമ്മളിൽ വെച്ചുകൊണ്ട് നമ്മളിലൂടെ നമ്മൾ വസ്തുവിനെ തെരഞ്ഞുകൊണ്ടിരിക്കണം. ഒരു ഗുരു എന്ത് ചെയ്യുന്നു? പുതിയതായിട്ട് ഒന്നും ചെയ്യണില്ല, പുതിയതായിട്ട് നമുക്ക് ഒന്നും തരണില്ല, ഒന്നും എടുത്തു കളയണമില്ല. ഗുരു നമ്മളിൽ തന്നെ എല്ലാ തടസ്സങ്ങളുടെയും ഇടയിലൂടെ നമുക്ക് സിദ്ധമായിട്ടുള്ള വസ്തുവിനെ, ലബ്ധമായിട്ടുള്ള വസ്തുവിനെ, കിട്ടിയിട്ടുള്ള വസ്തുവിനെ, ഞാൻ എന്നുള്ള അനുഭവത്തിനെ, ഉണർവിനെ പരമാർത്ഥ വസ്തുവായിട്ട് ബോധിപ്പിച്ച് കാണിക്കണം. അത്രയേ ഉള്ളൂ. പരമാർത്ഥ വസ്തുവായിട്ട് ബോധിപ്പിച്ച് കാണിക്കണം. പരമാർത്ഥ വസ്തുവിനെ എവിടുന്നും കൊണ്ടുവരണില്ല. പരമാർത്ഥ വസ്തുവിനെ നമ്മളിൽ, നമ്മളുടെ എല്ലാവിധ തടസ്സങ്ങൾക്ക് നടുവിലൂടെയും പരമാർത്ഥത്തിനെ കാണിച്ചു തരുന്നു. അങ്കനാം അങ്കനാം അന്തരേ മാധവ, മാധവം മാധവം ച അന്തരേണ അങ്കന യുദ്ധമാകൽപ്പിതോ മണ്ഡലേ മധ്യക സഞ്ജഗൗ വേണുനാ ദേവകീ നന്ദന. ഒരു മഹാത്മാ ഹിന്ദിയിൽ ഇതിനൊരു ശ്ലോകം എഴുതിയിട്ടുണ്ട്. ശ്ലോകം ഇപ്പൊ എനിക്ക് ഓർമ്മ വരണില്ല. അതിൽ കാണിച്ചു കൊടുത്തു അത്രേ, ഓരോ ഗോപികയ്ക്കും നടുവിൽ മാധവൻ, 2 ഗോപികകൾക്ക് നടുവിൽ മാധവൻ. ഇത് എന്താണെന്ന് വെച്ചാൽ
ഗോപിക ആരാണ്? നമ്മളുടെ ചിത്തവൃത്തികളാണ് ഗോപിക. ഒരു ചിത്തവൃത്തിയും അടുത്ത ചിത്തവൃത്തിയും മാധവൻ അവിടെ ഉണ്ടാക്കിയില്ല, മാധവൻ എപ്പോഴും അവിടെ ഉണ്ട്. പക്ഷെ ചിത്തവൃത്തികൾ ഗോപികകൾ മാറി മാറി വരുമ്പോ ഇടയ്ക്കിടയ്ക്ക് കൃഷ്ണൻ മറഞ്ഞു പോകണമെന്നാണ്. അങ്കനാം അങ്കനാം അന്തരേ മാധവ. ഓരോ ചിത്തവൃത്തികൾ ഉദിക്കുമ്പോഴും ചിത്തവൃത്തികൾക്ക് പുറകിൽ പൂർണ്ണതയുണ്ട്. ഓരോ ചിത്തവൃത്തിയും അപൂർണമാണ്. അപൂർണതയിൽ അല്ലാതെ ചിത്തവൃത്തി ഉദിക്കുകയേ ഇല്ല. ഉദാഹരണത്തിന് പറയാം, എനിക്കിപ്പോ വെള്ളം കുടിക്കണം തോന്നുന്നു, ഒരു ചിത്തവൃത്തി അപൂർണതയാണ്, അൺഫുൾഫിൽമെന്റ് ആണ്. ആ വെള്ളം എടുത്ത് കുടിച്ചാൽ പൂർണ്ണമായാൽ ചിത്തവൃത്തി ഉണ്ടാവില്ല. പിന്നെ വെള്ളം കുടിക്കുന്നതിനെ കുറിച്ചുള്ള ചിത്തവൃത്തി ഉണ്ടാവില്ല. അപ്പൊ എന്ത് ചിത്തവൃത്തിയും ഒരു തരത്തിൽ ഭിക്ഷാടനമാണ്. നമ്മളൊക്കെ പുറമേക്ക് നമുക്ക് എത്ര സമ്പത്തുണ്ടെങ്കിലും അകമേക്ക് വി ആർ ഹോൾഡിംഗ് ദ ബെഗിംഗ് ബോൾ. ഭിക്ഷാപാത്രത്തോടെ നടക്കുകയാണ്. ആ ഭിക്ഷാപാത്രത്തിന് പേര് ചിത്തവൃത്തിയാണ്, തോട്ട് വേവ്സ്. ചിത്തവൃത്തികൾ ഭിക്ഷാപാത്രമാണ്. നമ്മളുടെ ഉള്ളിൽ അനാദികാലമായി തൂക്കി നടക്കുന്ന ഒരു ഭിക്ഷാപാത്രമാണ്. അതുകൊണ്ടാണ് വസിഷ്ഠൻ പറഞ്ഞു രാമനോട്, രാമ, പുറമേക്ക് ഭിക്ഷാപാത്രം ഏന്തി ചണ്ടാളത്തെരുവിൽ പോയി ഭിക്ഷയെടുത്താലും വേണ്ടില്ല, ഈ അകമേക്കുള്ള ഭിക്ഷാപാത്രത്തിനെ തല്ലിപ്പൊട്ടിക്കണം എന്നാണ്. വരം ശതാവഹസ്തസ്യ ചണ്ടാളാകാര വീതിഷു ഭിക്ഷാർത്ഥമടനം രാമ ന മൗർഖ്യഹത ജീവിതം. മൂർഖനായിട്ട് അകമേ ഭിക്ഷാപാത്രവും ഏന്തി നടക്കരുത്. അകമേ ഭിക്ഷാപാത്രം എന്താ? ആഗ്രഹം, കോൺസ്റ്റന്റ് ഡിസയർ. അത് ശാന്തിയെ ഇല്ലാതാക്കാണ്, ഭഞ്ജനം ചെയ്യാണ്. അപ്പൊ ശാന്തിക്ക് എവിടെ ഉറവിടം? ശാന്തിയുടെ ഉറവിടം നമ്മൾ തന്നെയാണ്. നമ്മളുടെ സ്വരൂപമേ ശാന്തിയാണ്, നമ്മളേ ശാന്തിയാണ്. പക്ഷെ ആ ശാന്തി നമുക്ക് അനുഭവപ്പെടാതിരിക്കാൻ കാരണം അങ്കനാം അങ്കനാം അന്തരേ മാധവ. ഓരോ ചിത്തവൃത്തി വരുമ്പോഴും ആ ഗോപികകളുടെ ഇടയിൽ കൃഷ്ണൻ മറയുന്ന പോലെ ചിത്തവൃത്തികൾക്ക് പുറകിൽ ഈ പൂർണ്ണ വസ്തു മറഞ്ഞു പോകുന്നു തത്കാലത്തേക്ക്. ഈ പൂർണ്ണ വസ്തുവിനെ ബോധിപ്പിക്കാനാണ് ഒരു ആചാര്യൻ. കൃഷ്ണൻ അർജുനന് പുതിയതായിട്ട് ഒന്നും കൊടുത്തില്ല. അർജുനന്റെ തന്നെ സിദ്ധമായിട്ടുള്ള പൂർണ്ണത്വത്തിനെ കൃഷ്ണൻ കാണിച്ചു കൊടുക്കാൻ. അർജുനൻ നമ്മളുടെ സ്വരൂപമാണ്, നമ്മളാണ്. അപ്പൊ സിദ്ധമായ വസ്തുവിനെ അർജുനന് ഭഗവാൻ കാണിച്ചു കൊടുക്കാൻ. പൂർണ്ണ വസ്തുവിനെ നമ്മളിൽ തന്നെ നമുക്ക് കാണിച്ചു തരികയാണ്. പൂർണ്ണത ഇപ്പൊ തന്നെ ഉണ്ട്, അതിനെ മറച്ചിരിക്കുന്നു. ഗണപതിക്ക് വിനായക ചതുർത്ഥി വരാൻ പോകുന്നു. ഗണപതിക്ക് കൊഴക്കട്ട വയ്ക്കും. കൊഴക്കട്ടയ്ക്ക് തമിഴിൽ എന്നെ ചൊല്ലുவோம் മോദകംന്ന് ചൊല്ലുவோம் இல்லையா? മോദകം. ഇന്ത്യയിൽ മുഴുവൻ ഈ ഒരു സാധനം മോദകം എന്നാണ് പേര്. എവിടെ പോയാലും അതിന് അവരവരുടെ ഗ്രാമീണ ഭാഷയിൽ വേറെ എന്തെങ്കിലും പറഞ്ഞാലും കോമൺ ആയിട്ടുള്ള പേര് മോദകം ആണ്. മോദകം എന്ന് വെച്ചാൽ ആനന്ദം കൊടുക്കണത് എന്നർത്ഥം, സന്തോഷം കൊടുക്കണത്. മോദതേ മോദനീയം ഹി ലബ്ധ്വ. ഔപനിഷദമായ ഉപനിഷത്ത് പേരാണത് മോദകം എന്നുള്ളത്. അതെങ്ങനെ? വിനായക ചതുർത്ഥിക്ക് അതിനകത്തൊന്ന് വെക്കും. പുറമേക്ക് മാവ്, അകമേക്ക് വെക്കണതിന് പൂർണ്ണം എന്ന് പേര്. അകമേ പൂർണ്ണം, പുറമേക്ക് മാവ്. അകമേ മധുരം, പുറമേക്ക് ഉപ്പ്. കുട്ടികളൊക്കെ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ കൊഴുക്കട്ട ഉണ്ടാക്കിയാൽ ആരും കാണാതെ ആ മാവ് എടുത്ത് കളഞ്ഞിട്ട് ഉള്ളിലുള്ളത് തിന്നും. എന്താന്ന് വെച്ചാൽ അല്ലെങ്കിൽ 4 പേര് കാണുക ചെയ്താൽ പ്രസാദത്തിനെ കളയണവും ചീത്ത പറയുമല്ലോ. അതുകൊണ്ട് ആരും കാണാതെ ആ മാവ് ഓരത്ത് പോയി കളഞ്ഞിട്ട് പൂർണ്ണം തിന്നും. ഇതാണ് ജ്ഞാനികൾ ചെയ്യുന്ന ഏർപ്പാട്. അകമേക്ക് പൂർണ്ണം. വലിയവർക്ക് എന്നാ ആ പൂർണ്ണം മാത്രം പോരെ. കുട്ടിക്കാലത്ത് നമുക്കൊക്കെ തോന്നും എന്തിനാ ഇപ്പൊ ഈ മെനക്കെട്ട് ഈ മാവ് കൊണ്ട് ഈ പൂർണ്ണത്തിനെ മറക്കണം, ഒരു പ്രയോജനമില്ലാതെ. സ്വാദ് പൂർണ്ണത്തിൻ്റെയാണ്, മാവിന് സ്വാദൊന്നുമില്ല. വെറും പൂർണ്ണം ആരും തിന്നും, വെറും മാവ് ആരും തിന്നില്ല. ആ മാവ് ഈ പൂർണ്ണത്തിനോട് കൂടി ചേരുമ്പോ ഒരു സ്വാദുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പൊ ഈ മാവിലൂടെ പൂർണ്ണത്തിനെ ആസ്വദിക്കുന്നത് വയസ്സായവർക്കൊരു സുഖം. പക്ഷെ കുട്ടികൾ പലപ്പോഴും ഈ പൂർണ്ണം മാത്രമേ ആസ്വദിക്കുള്ളൂ. ജ്ഞാനികളും കുട്ടികളെ പോലെയാണ്, അവർ ഈ പൂർണ്ണത്തിനെ തെരഞ്ഞെടുത്ത് ആസ്വദിക്കണു. പക്ഷെ അജ്ഞാനികൾ ഈ മാവോടുകൂടെ പൂർണ്ണത്തിനെ ആസ്വദിക്കുന്നു. മോദകം ആവണമെങ്കിൽ മാവ് എടുത്തു കളഞ്ഞ് പൂർണ്ണം തിന്നാലേ ആവുള്ളൂ. അതൊരു സിമ്പിളായിട്ടാണ് നമുക്ക് വെച്ചിരിക്കുന്നത്.
നമ്മൾ ചെയ്യുന്നുണ്ടോന്ന് പരീക്ഷിക്കാനാണ് ആചാര്യന്മാര് അകമയ്ക്ക് പൂർണ്ണവും പുറമേക്ക് മാവും വെച്ചിരിക്കുന്നത്. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നമുക്ക് സൂചിപ്പിച്ച് തരികയാണ്. പൂർണ്ണം അകമേ. അല്ലെങ്കിൽ എന്തിനു പൂർണ്ണം എന്ന് വെക്കണം? തേങ്ങയും വെല്ലവും കൂടെ ചേർത്തിട്ട് അതിന് പൂർണ്ണം എന്നൊരു പേര് വെക്കണം. ഇതൊരു സൂചനയാണ്, ഒരു സിമ്പലാണ്. നമ്മളുടെ ഉള്ളിൽ ഒരു പൂർണ്ണതയുണ്ട്, പൂർണ്ണത്വമുണ്ട്. പൂർണ്ണത നമ്മളുടെ സ്വസ്വരൂപമാണ്. ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവം തന്നെ പൂർണ്ണതയാണ്. പൂർണ്ണതയാണ്. അതിൽ അപൂർണത്വമേ ഇല്ല, അപാകതയേ ഇല്ല, അതിൽ ഒരു മുറിവില്ല, വിച്ഛിത്തിയില്ലാത്ത ഒരു അനുഭവമാണ് ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവം. പക്ഷേ ആ അനുഭവത്തിന്റെ മേലെ മാവ് കയറ്റി വെച്ച പോലെ ഈ ശരീരം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം ഇതൊക്കെ തന്നെ അതിനകത്ത് മാവ് പോലെ ഒരു ഓവർ കോട്ടിങ്. എന്നിട്ട് ഈ ശരീരത്തിലൂടെ ആ പൂർണ്ണത്തിനെയാണ് നമ്മൾ ആസ്വദിക്കുന്നത്, മനസ്സിലൂടെ ആ പൂർണ്ണത്തിനെയാണ് ആസ്വദിക്കുന്നത്, ബുദ്ധിയിലൂടെ ആ പൂർണ്ണത്തിനെയാണ് ആസ്വദിക്കുന്നത്, ഇന്ദ്രിയങ്ങളിലൂടെ ആ പൂർണ്ണത്തിനെയാണ് ആസ്വദിക്കുന്നത്. പക്ഷേ പൂർണ്ണത്തിന്റെ ആസ്വാദനം കിട്ടുന്നതിന് പകരം ദുഃഖം ഉണ്ടാകുന്നു. എന്താന്ന് വെച്ചാൽ വിച്ഛിത്തിയില്ലാത്ത ആസ്വാദനം ഉണ്ടാവണില്ല. ഇടയ്ക്കിടയ്ക്ക് വിച്ഛിത്തി വന്നു പോകും. അപ്പൊ ഈ പൂർണ്ണത്തിനെ നമുക്ക് അപൂർണമായ ശരീരത്തിനെ ആർക്കും പൂർണ്ണമാക്കാൻ സാധ്യമേ അല്ല. മനസ്സിനെ ആർക്കും പൂർണ്ണമാക്കാൻ സാധ്യമല്ല. എത്ര വേണമെങ്കിൽ ശ്രമിച്ചോളാം. പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, അധ്യാത്മജീവിതം എന്ന് വെച്ചാൽ മനസ്സിനെ പൂർണ്ണമാക്കലാണെന്നാണ്. മനസ്സും പൂർണ്ണമാവില്ല. മനസ്സെങ്ങനെ പൂർണ്ണമാവും? മനസ്സ് എന്ന് വെച്ചാൽ തന്നെ അപൂർണതയുടെ പേരാണ്. അപൂർണതയിൽ നിന്നും ഉടലെടുത്ത ഒരു ഭ്രമമാണ് മനസ്സ്. അതെങ്ങനെ പൂർണ്ണമാവും? അപ്പൊ മനസ്സ് പൂർണ്ണമാവലുമല്ല, ശരീരം പൂർണ്ണമാവലുമല്ല. ഫിസിക്കൽ പെർഫെക്ഷൻ, മെന്റൽ പെർഫെക്ഷൻ, ഇത് രണ്ടും അല്ല. പെർഫെക്ഷൻ നേടിയെടുക്കേണ്ടതല്ല, പെർഫെക്ഷൻ ഈസ് ഓൾറെഡി ദേർ. പൂർണ്ണത്വം ഇപ്പൊ തന്നെ സിദ്ധമാണ്, കൊണ്ടുവരേണ്ട ആവശ്യമില്ല. നമുക്കൊക്കെ പൂർണ്ണത്വം സിദ്ധമാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടു, ഒരേ ഒരു ദിവസം മുഴുവൻ പ്രഭാഷണം. നാസതോ വിദ്യതേ ഭാവഃ ന അഭാവോ വിദ്യതേ സതഃ ഉഭയോരപി ദൃഷ്ടോന്തസ്ത്വനയോഹോ തത്വദർശിഭിഃ. ഈ ഒരേ ഒരു ശ്ലോകം. സത്തിന് അഭാവമില്ല, അസത്തിന് ഭാവവുമില്ല. തത്വദർശികൾ കണ്ടിട്ടുള്ള ഉണ്മയാണിത് എന്നാണ്. സത്ത് എന്താണ്? ഞാൻ ഉണ്ട് എന്നുള്ള എക്സിസ്റ്റൻസ്, അസ്തിത്വം സത്താണ്. അത് ഒരിക്കലും ഇല്ലായ്മ അനുഭവപ്പെടുന്നേ ഇല്ല. ശരീരം, മനസ്സ്, ബുദ്ധി ഇതൊക്കെ ഉള്ള പോലെ തോന്നുന്നുണ്ടെങ്കിലും അതൊന്നും ശാശ്വതമായിട്ട് നിൽക്കുന്നുമില്ല, ശാശ്വതമായിട്ട് നമ്മളെ സുഖിപ്പിക്കൂല. അപ്പൊ പൂർണ്ണത നമുക്ക് സിദ്ധമാണ്. പൂർണ്ണതയെ എവിടുന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. പക്ഷെ മറന്നു പോയിരിക്കുന്നു, ശ്രദ്ധ വിട്ടുപോയിരിക്കുന്നു. മറവി എന്ന് പറഞ്ഞാൽ പോരാ, ശ്രദ്ധ വിട്ടുപോയിരിക്കുന്നു. கவனம் போயிருக்கு, வஸ்துலேருந்து கவனம் போயிருக்கு. அப்படிதான் அந்த கவனத்துக்கு பேர் தான் ஸ்ரத்தை. അറ്റൻഷൻ വിട്ടുപോയിരിക്കുന്നു, ശ്രദ്ധ വിട്ടുപോയിരിക്കുന്നു. അപ്പൊ അധ്യാത്മ ജീവിതത്തിന് സാധന മുഖ്യമല്ല, ധ്യാനം മുഖ്യമല്ല, ശ്രദ്ധയാണ് മുഖ്യം. ശ്രദ്ധ ഒരിടത്ത് നിന്നും മറ്റൊരിടത്തേക്ക് ഒരു ചെറിയൊരു ജർക്ക്, ഒരു വഴിത്തിരിവ്. ആ വഴിത്തിരിവ് ഉണ്ടാക്കാനാണ് ഗീതാശാസ്ത്രം. അർജുനന് വിഷാദം ഉണ്ടായി. വിഷാദം ഉണ്ടാവാൻ കാരണം എന്താ? താനല്ലാത്തതിനെയൊക്കെ താനെന്ന് കരുതി, തന്നിൽ മാത്രമല്ല മറ്റുള്ളവരിലും. അതാണ് ഭഗവാൻ ആദ്യമേ അർജുനനോട് ബോധിപ്പിച്ചു. അർജുന, താനായാലും ശരി, ഈ മുമ്പിൽ നിൽക്കുന്നവരായാലും ശരി, ശരീരത്തിന്റെ മണ്ഡലത്തിൽ ആരും ഇവിടെ ശാശ്വതമായിട്ട് നിൽക്കാൻ പോണില്ല, പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കാനും പോണില്ല. താനായാലും ശരി, അവരായാലും ശരി, ആത്മസ്വരൂപേണ നിത്യന്മാരാണ്, അമൃതസ്വരൂപികളാണ്. അപ്പൊ ഏതർത്ഥത്തിലും ദുഃഖിക്കാനില്ല, ദുഃഖിക്കരുത്. ശരീരത്തിന്റെ അർത്ഥത്തിലാണെങ്കിൽ ശരീരം അപൂർണമാണ്. തൻ്റെതായാലും മറ്റുള്ളവരുടെ ആയാലും ഇന്നല്ലെങ്കിൽ വേറെ ഒരു ദിവസം മരിക്കും, എവിടെയെങ്കിലുമൊക്കെ മരിക്കും, ഏതെങ്കിലും വിധത്തിൽ മരിക്കും. മരിക്കാതിരിക്കാൻ ഒക്കുവോ? സാധ്യമല്ല. അപ്പൊ ഇവരെയൊക്കെ ആലോചിച്ച് ദുഃഖിച്ചിട്ട് എന്ത് കാര്യം? എന്തിനു ദുഃഖിക്കണു? എന്താ ഈ വിഷമത്തിന്റെ അർത്ഥം? അപ്പൊ ആദ്യമേ ഭഗവാൻ സൂചിപ്പിക്കുകയാണ്, തന്റെ ദുഃഖത്തിന് കാരണം ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്. അതിന് വല്ല പരിഹാരം ഉണ്ടോ എന്ന് വെച്ചാൽ ഒരിക്കലും പരിഹാരമില്ല. എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു, മരണം എന്ന് പറയുന്നത് ഒരു വ്യാധിയാണ്, ഇതുവരെ ഞങ്ങൾ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല, പക്ഷെ കണ്ടുപിടിക്കും എന്നാണ്. കണ്ടുപിടിച്ചാലത്തെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കൂ.
കണ്ടുപിടിച്ചാലത്തെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കും. പറ്റില്ല എന്നുള്ള കാര്യം വേറെ. സപ്പോസ് കുറച്ച് ദിവസത്തേക്കൊക്കെ നീട്ടണ പോലെ എന്തെങ്കിലുമൊക്കെ ഒരു ഏർപ്പാട് ഉണ്ടായാൽ പോലും ബഹുവിശേഷമാവും. പിന്നെ അത് തന്നെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് മാറും. ഇവിടെ ശരീരം, രമണ മഹർഷി ഒരിടത്ത് പറയുന്നു, ബോഡി ഈസ് അനദർ നെയിം ഫോർ ഡെത്ത് ആൻഡ് ഐ ഈസ് അനദർ നെയിം ഫോർ ലിബറേഷൻ ഓർ ഇമ്മോർട്ടാലിറ്റി. ശരീരം എന്നുള്ളത് മൃത്യുവിൻ്റെ പര്യായപദമാണ്, മരണത്തിൻ്റെ പര്യായമാണ്. അതിനെ വെച്ചുകൊണ്ട്, ശരീരത്തിനെ വെച്ചുകൊണ്ട് ഞാൻ അമൃതമായിട്ടിരിക്കണു എന്ന് വെച്ചാൽ നല്ല ചൂടുള്ള ഐസ്ക്രീം എന്ന് പറയുന്ന പോലെയാണ്. ഒരിക്കലും ഇത് രണ്ടും യോജിക്കില്ല. ശരീരം മരണത്തിൻ്റെ മറ്റൊരു നാമമാണ്. അപ്പൊ ഈ ശരീരത്തിനെ പൂർണ്ണമാക്കൽ എന്നൊരു കഥയില്ല. അതാണ് ആദ്യത്തെ ബേസിക് ഫൗണ്ടേഷൻ. പതുക്കെ 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 നമുക്ക് ചേർന്ന് വരിക. വണ്ടിയിൽ കയറിയിട്ടില്ല, വണ്ടി ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കണു പതുക്കെ. അപ്പോ ഇതാണ് ആദ്യത്തെ പടിയായി ഭഗവാൻ അർജുനനെ ബോധിപ്പിച്ചത്. കാരണം വിഷാദം, ദുഃഖം ധാരാളം അനുഭവിച്ചവർക്ക് ആധ്യാത്മികതയുടെ രുചി ശരിക്കും പിടികിട്ടുള്ളൂ. എന്താന്ന് വെച്ചാൽ അപ്പോഴാണ് ഇതിൻ്റെ ആവശ്യം വരിക. നല്ലവണ്ണം ദാഹിക്കുമ്പോഴല്ലേ വെള്ളത്തിൻ്റെ ആവശ്യം വരിക. അർജുനന് വിഷാദത്തിന് മൂല കാരണമോ അജ്ഞാനം എന്ന് ഭഗവാൻ അൺകോംപ്രമൈസിംഗ് ആയിട്ട് പറയാണ്. ഈ ദുഃഖത്തിന് കാരണം നീ ശരീരത്തിനെ ഞാൻ എന്ന് കരുതി. തന്നിൽ മാത്രമല്ല മറ്റുള്ളവരുടെ ശരീരത്തിനെയും വാസ്തവം എന്ന് കരുതി. രണ്ടും ദുഃഖത്തിന് ഹേതു. തന്നിലുള്ള അജ്ഞാനവും മറ്റുള്ളവരിൽ ആരോപിക്കപ്പെട്ട അജ്ഞാനവും രണ്ടും ദുഃഖത്തിന് കാരണം. അപ്പൊ ഇത് ആദ്യത്തെ പാഠം. വിഷാദത്തിന്റെ കാരണം കാണിച്ചു കൊടുത്തു. എന്നിട്ട് ആ വിഷാദത്തിനെ മാറ്റാനായിട്ട് മരുന്നും കണ്ടുപിടിക്കണമല്ലോ. മരുന്ന് എന്താണ്? ആത്മജ്ഞാനം. നമ്മളുടെ യഥാർത്ഥ സ്വരൂപത്തിൽ ജനന മരണാദികളില്ല, പൂർണ്ണവസ്തുവാണ് ഞാൻ. നിത്യ ശുദ്ധ ബുദ്ധ മുക്ത സ്വഭാവമായ സത്യവസ്തുവാണ് ഞാൻ എന്നുള്ള ബോധനം. തത്വമസി, നീ തിരയുന്ന ആ പൂർണ്ണത നീയാണ്. ഇപ്പൊ തന്നെ അത് നീയാണ്. എന്നെങ്കിലും നേടിയെടുക്കേണ്ടതല്ല, കാലവിളംബം കൊണ്ട് കിട്ടേണ്ടതാണെങ്കിൽ. ഒരുപക്ഷെ ഇന്ന് രാത്രി മരിച്ചുപോയാൽ എന്തു ചെയ്യും? ഒരാൾ തീവ്ര മുമുക്ഷുവായിട്ട് വരണു, എനിക്ക് സത്യസാക്ഷാത്കാരം, നീ കുറച്ചു കാലം യോഗ സാധന ചെയ്യൂ എന്ന് പറഞ്ഞാൽ പ്രാണായാമം ചെയ്തുകൊണ്ടിരിക്കാൻ സമയമുണ്ടോ? പരീക്ഷത്തിനെ ആലോചിച്ച് നോക്കൂ. 7ാമത്തെ ദിവസം മരണം. അദ്ദേഹത്തിന് ഒരു കോഴ്സ് ഓഫ് പ്രാണായാമം കുറച്ച് ദിവസം പറഞ്ഞു കൊടുത്താൽ, ശുഖബ്രഹ്മ മഹർഷി ഇത് ആദ്യം ചെയ്തിട്ട് വരൂ, പോട്ടെ സന്ധ്യാവന്തനെ ശരിയാ പണ്ടത്തേക്ക് ഇപ്പൊ ചൊല്ലിക്കൊടുക്കുക, പരീക്ഷத்துக்கு டைம் இருக்கோ 7 நாள், எது பண்ண முடியும் சொல்லுங்க. முன்னாலே காலம் நிற்கிறது, இப்படியே வாயை பிளந்து நிற்கிறது, இப்படி തപസ്സിക്കുന്നത്. മരണം മുമ്പിൽ നിൽക്കുമ്പോൾ എങ്ങനെ രക്ഷപ്പെടും എന്നാണ്. അപ്പൊ ഈ ക്ഷണം ഇവിടെ തന്നെ പൂർണ്ണത. ഇഹ ചേദവേദി തഥ സത്യമസ്തി നചേത് ഇഹ അവേദീൻ മഹതീ വിനഷ്ടിഹി എന്നാണ്. ഇവിടെ ഇപ്പൊ തന്നെ കിട്ടുമെങ്കിൽ രക്ഷപ്പെട്ടു. കാലം കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കിട്ടാനുള്ളതാണെങ്കിലോ മഹതീ വിനഷ്ടിഹി എന്നാണ്, വലിയ നഷ്ടമാണ്. എന്നുവെച്ചാൽ ഇങ്ങനെ പിടിച്ചെടുക്കണം എന്നർത്ഥം. കൈ ഞൊടുക്കുന്ന വേഗത്തിൽ പിടിച്ചെടുക്കണം. ഞാൻ വീട്ടിൽ പോയിട്ട് പിന്നീട് ചിന്തിച്ചിട്ട് പിടിച്ചെടുത്തോളാന്ന് പറഞ്ഞാൽ ഒന്നും കിട്ടില്ല. അപ്പൊ സദ്ഗുരു എന്തിനാ? ആചാര്യസ്വാമികൾ വേദാന്ത കേസരിയിൽ പറയണു, ചിന്താമണി എന്നൊരു രത്നമുണ്ട്. ആ രത്നം കൊണ്ട് എന്തിനെങ്കിലുമൊക്കെ തൊട്ടാൽ ചിന്താമണി അതിനെ സ്വർണമാക്കും. ചിലരൊക്കെ ഒരു ജ്ഞാനിയായ ഗുരുവിനെ ചിന്താമണിയോട് ഉപമിക്കുന്നു. പക്ഷെ ആചാര്യസ്വാമികൾ പറയുന്നു ആ ഉപമ ഒട്ടും ശരിയല്ല, അത് ഗുരുവിനെ അപമാനിക്കലാണ്. കാരണം ചിന്താമണി തൊടുന്ന വസ്തുക്കളെ സ്വർണമാക്കുകയേ ഉള്ളൂ. സദ്ഗുരുവിനെ ചിന്താമണി എന്ന് നിങ്ങൾ പറയാൻ കാരണം അദ്ദേഹം തൊടുന്നതൊക്കെ ഒരാളെ ഇപ്പൊ പറയുമല്ലോ, അയാൾ തൊട്ടതൊക്കെ തങ്കമാണെന്ന് പറയുമല്ലോ. അതുപോലെ ഈ ഗുരു എല്ലാത്തിനെയും തങ്കമാക്കണു എന്നുള്ള ഉദ്ദേശത്തിലല്ലേ നിങ്ങൾ പറഞ്ഞത്. പക്ഷെ ചിന്താമണി സ്വർണമേ ആക്കുള്ളൂ, തൊടുന്ന വസ്തുക്കളെ ചിന്താമണിയാക്കി മാറ്റില്ല. പക്ഷേ സദ്ഗുരു ആവട്ടെ സ്വീയം സാമ്യം വിധത്തെ എന്നാണ്, തന്നെ പോലെ തന്നെ ആക്കി തീർക്കണു, താൻ തന്നെ ആക്കി തീർക്കണു എന്നാണ്. അനന്യപ്രോക്തേ ഗതിരത്ര നാസ്തി, തന്നിൽ നിന്ന് അന്യമായി നിർത്തിക്കൊണ്ട് ഉപദേശിക്കണില്ല, താൻ തന്നെ ആക്കി തീർക്കുകയാണ്. താൻ വേറെ
തൻ്റെ ശിഷ്യൻ വേറെ എന്നുള്ള ഭാവമില്ലാതെ രണ്ടും ഏകമായിട്ട് ഒരേ സ്ഥിതിയിലിരിക്കുന്ന അനുഭൂതി ദശയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു ബ്രഹ്മനിഷ്ഠനെയാണ് ഗുരു എന്ന് പറയേണ്ടത്. അപ്പൊ ഭഗവാൻ ഇവിടെ അർജുനനും ചെയ്യുന്നതും അതാണ്. നീ വേറെയല്ല, ഞാൻ വേറെയല്ല, നീ ഞാനാണ്. ഭാഗവതത്തിൽ അങ്ങനെ ഒരു ശ്ലോകമുണ്ട്. ഗുരു വന്ന് ഉപദേശിക്കണത് പുരഞ്ജനോപാഖ്യാനത്തില്. ഞാൻ നീയാണ്, നീ ഞാനാണ്, തനിക്കും എനിക്കും തമ്മിൽ ഒരു ചെറിയ ഒരു തലനാരഴയുടെ ഡിഫറൻസ് പോലും ഇല്ല എന്നാണ്. അങ്ങനെ ഉപദേശിക്കുന്നവനാണ് ഗുരു. അല്ലാതെ നീ അവിടെ ഇരിക്കുക, കുറച്ചു കാലം എൻ്റെ ചോട്ടിലിരിക്കുക, എനിക്ക് ശുശ്രൂഷ ചെയ്യും, ഞാൻ പിന്നെ പറഞ്ഞു തരാമെന്ന് പറയുകയാണെങ്കിൽ സൂക്ഷിക്കണം എന്നാണ്. അപ്പൊ സദ്ഗുരു ഈ സത്യത്തിനെ അപ്പൊ തന്നെ പൂർണ്ണമായിട്ട് കൊടുക്കുന്നവനാണ്. പൂർണ്ണത ആധാനമാണ് ഇവിടെ അർജുനന് ഭഗവാൻ ചെയ്യണത്. വിഷാദത്തിന് മരുന്ന് സ്വാമി രാമതീർത്ഥൻ പറയും, there is only one disease, that is ignorance, and for which there is only one remedy, that is to know your real nature. അജ്ഞാനം എന്നുള്ള ഒരേ ഒരു വ്യാധിയേ ഉള്ളൂ. ആ വ്യാധിക്ക് ഒരേ ഒരു മരുന്ന് എന്താ? ആത്മജ്ഞാനം, അല്ലാതെ വേറെ ഒന്നുമില്ല. പക്ഷെ അത് ഗുരു നമുക്ക് സൂചിപ്പിച്ചു തരുന്നു. നമ്മൾ തന്നെ അതിനെ ശ്രദ്ധിച്ചു കാണുന്നു. അർജുനൻ ഇങ്ങനെ ഗീതയിൽ മുഴുവനും ആരംഭത്തിൽ അർജുനന് ഭഗവാൻ ബോധിപ്പിച്ചു, അർജുന, ആത്മാവിന് ജനനമില്ല, മരണമില്ല, നീ ആ ആത്മാവാണ്, ആരെക്കുറിച്ച് ദുഃഖിക്കണം, ഈ ദുഃഖത്തിനെ അകറ്റുക, സത്യത്തിനെ ബോധിപ്പിച്ചു. പിന്നീട് ഈ ജ്ഞാനസ്ഥിതിയിൽ ഇരുന്നു കൊണ്ട്, അപ്പൊ ഒരു തെറ്റിദ്ധാരണ, ജ്ഞാനത്തിനെ ബോധിപ്പിച്ചപ്പോ അർജുനന് ഒരു തെറ്റിദ്ധാരണ ഉണ്ടായി, ഏകാന്തത്തിൽ എവിടെയെങ്കിലുമൊക്കെ പോയി ധ്യാനിച്ചിരിക്കുക, വ്യവഹാരമൊന്നും വേണ്ട. എന്താന്ന് വെച്ചാൽ വ്യവഹാരത്തിലേക്ക് വന്നാൽ ഈ ജ്ഞാനം നഷ്ടപ്പെട്ടു പോകും. ജ്ഞാനത്തിൽ ഇരിക്കുമ്പോൾ ശാന്തിയുണ്ട്, വ്യവഹാരത്തിൽ വരുമ്പോൾ അശാന്തിയുണ്ട്. ഇത് സത്യമാണ്. സാധനാദശയിൽ അങ്ങനെയാണ്. ഒരു വലിയ സാധു ജനക മഹാരാജാവിനെ കാണാനായിട്ട് പോയി. ജനകൻ ജ്ഞാനിയായതുകൊണ്ട് ജനകന്റെ അടുത്ത് ഉപദേശം വാങ്ങിക്കാനായിട്ട് സന്യാസികളൊക്കെ വരുമായിരുന്നു അത്രേ. വ്യാസൻ തന്നെ തന്റെ പുത്രനായ ശുകനെ ജനകന്റെ അടുത്ത് പൂർണ്ണമാക്കാനായിട്ട് പറഞ്ഞയച്ചു എന്ന് ദേവി ഭാഗവതത്തിൽ കഥയുണ്ട്, വാസിഷ്ഠത്തിൽ കഥയുണ്ട്. അപ്പൊ ജനകൻ ചക്രവർത്തിയായിരുന്നും കൊണ്ട്, എന്നുവെച്ചാൽ ഇപ്പൊ ഗീതയിൽ നമ്മൾ പറയാൻ പോകുന്ന സ്ഥിതപ്രജ്ഞ ലക്ഷണത്തിന് ഒരു ഉദാഹരണമായിരുന്നു ജനകൻ എന്നാണ്. രാജാവായിരുന്നു കൊണ്ട് എല്ലാ കർമ്മങ്ങളും ചെയ്തുകൊണ്ട് വിദേഹൻ എന്ന് പേര് ജനകൻ. അതായത് ദേഹം ഞാനല്ല എന്നുള്ള സ്ഥിതിയല്ല. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ ഒരു ഉപദേശം, ഒരു അനാലിസിസ് നടത്തി. ദേഹം ഞാനല്ല, ദേഹം എന്റെ അല്ല, ദേഹം എനിക്ക് വേണ്ടിയല്ല. ജനകന്റെ സ്ഥിതി അതല്ല, ദേഹമേ ഇല്ല എന്നുള്ളതാണ്. ദേഹം ഉണ്ടെങ്കിലല്ലേ അതുമായിട്ടുള്ള ഡീലിംഗ്. വിദേഹൻ എന്നാണ് പേര്. ദേഹമേ ഇല്ലാത്ത സ്ഥിതിയാണ് ജനകൻ. എന്നാലോ ആ ദേഹം ലോകത്തിൽ വ്യവഹരിക്കുന്നതായിട്ടും ആളുകളെ ശിക്ഷിക്കുന്നതായിട്ടും ആളുകൾക്ക് സമ്മാനം കൊടുക്കുന്നതായിട്ടും സദസ്സിലിരിക്കുന്നതായിട്ടും എത്രയോ ആളുകളുടെ മുമ്പിൽ ഇരിക്കുന്നതായിട്ടും ഒക്കെ ജനകനെ കാണുന്നുണ്ട് ആളുകൾ. ഒരു സന്യാസി ചോദിക്കുകയും ചെയ്തു, എങ്ങനെ ഇത്രയും ജനങ്ങളുടെ നടുവിൽ ഇരുന്നു കൊണ്ട് യാതൊന്നുകൊണ്ടും ബാധിക്കപ്പെടാതിരിക്കാൻ എങ്ങനെ സാധിക്കുന്നു അങ്ങയ്ക്ക്? ഇപ്പൊ ജനകൻ പറഞ്ഞു, ആര് പറഞ്ഞു ഞാൻ ജനങ്ങളുടെ കൂടെ ഇരിക്കുന്നു എന്ന്? ഞാൻ കൊടുങ്കാട്ടിലല്ലേ ഇരിക്കണതെന്ന്. അഹോ ജനസമൂഹേപി ന ദ്വൈതം പശ്യത്തോ മമ അരണ്യമിവ സംവൃത്തം ക്വരതിം കരവാണ്യഹം. അഹോ ജനസമൂഹേപി, ജനങ്ങളുടെ കൂട്ടത്തിന്റെ നടുവിലും ന ദ്വൈതം പശ്യത്തോ മമ, അദ്വൈതം പശ്യത്തോ മമ, കാണുന്നതൊക്കെ അദ്വൈതമായ ആത്മസ്വരൂപമായി കാണുന്ന എനിക്ക്, രണ്ടാമതൊന്നും ഇല്ല എന്നുള്ള ഉറപ്പുറ്റ അനുഭവത്തിലിരിക്കുന്ന എനിക്ക് കൊടുങ്കാട്ടിലിരിക്കുന്ന നിശ്ചലതയാണെന്ന്, ശാന്തിയാണെന്നാണ് ഇത്രയും ആളുകളുടെ നടുവിൽ. അപ്പൊ ആ ജനകന്റെ അടുത്തേക്കാണ് ഈ സന്യാസി പോയത്. ഈ സന്യാസി ഉപദേശം വാങ്ങിക്കാനായിട്ട് ചെന്നതാണ്. അദ്ദേഹം നല്ല ഉയർന്ന സ്ഥിതിയിലെത്തിയ ആളാണ് ഈ സന്യാസി. അദ്ദേഹം വന്നതും ജനകന്റെ കോട്ടയ്ക്ക് മുമ്പ് 2 ദിവസം ജനകൻ പിടിച്ചിരുത്തിയ അയാള്. ശ്രദ്ധിച്ചതേ ഇല്ല. എന്തൊക്കെയോ വ്യവഹാരങ്ങൾ നടക്കുന്നു. ജനകൻ പലവട്ടം കൊട്ടാരത്തുനിന്ന് പുറമേക്ക് രഥത്തിൽ പോകും, കൊട്ടാരത്തിലേക്ക് വരും. അപ്പോഴൊക്കെ ഈ സന്യാസി അവിടെ ഇരിക്കുന്നുണ്ട്. ഒരു നോട്ടം അങ്ങോട്ട് നോക്കിയില്ല. അദ്ദേഹം വന്നപ്പോൾ കാവൽക്കാരോട് പറഞ്ഞതാണ് രാജാവിനെ കാണണമെന്ന്. അവരെ അറിയിച്ചിട്ടുമുണ്ട്. അപ്പോഴും രാജാവ് ശ്രദ്ധിച്ചില്ല. 2 ദിവസം കഴിഞ്ഞതും ഇദ്ദേഹം ഒരു ചലനമില്ലാതെ ഈ സന്യാസി ഇരുന്നു. അപ്പൊ ഈ സന്യാസിയെ ജനകൻ അകമയ്ക്ക് വിളിച്ചുകൊണ്ടുപോയി. സകല അകമ്പടികളോടുകൂടെയും വിളിച്ചുകൊണ്ടുപോയി.
വിളിച്ചുകൊണ്ടുപോയപ്പോ കയ്യില് ജനകൻ ഈ സന്യാസിയെ ഒരു ക്ഷത്രിയൻ നമസ്കരിക്കേണ്ട രീതിയിൽ നമസ്കരിച്ചിട്ട് ഈ സന്യാസിയോട് പറഞ്ഞു, സ്വാമി, ഞങ്ങളുടെ സമ്പ്രദായ പ്രകാരം ഒരു യതിയെ സ്വീകരിക്കുമ്പോൾ ഒരു സ്പൂണിൽ, ചെറിയൊരു സ്പൂണിൽ അല്പം എണ്ണ കൊടുക്കുക പതിവുണ്ട്. അതുകൊണ്ട് ഈ എണ്ണ വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞ് ആ സ്പൂണിൽ എണ്ണ കൊടുത്തു യതിക്ക്. ആ സന്യാസി കയ്യിൽ എണ്ണ പിടിച്ചു. ജനകൻ മുമ്പിൽ നടന്നു, ഇദ്ദേഹം പുറകെ നടന്നു. നടന്നപ്പോ പോകുന്ന വഴിയിൽ കുറെ സ്ത്രീകൾ നർത്തനം ചെയ്യും. അതിന്റെ ഇടയിൽ ജനക മഹാരാജാവ് ഇങ്ങനെ കയ്യും കൊട്ടി രസിച്ചുകൊണ്ട് അവരെയൊക്കെ കണ്ടുകൊണ്ട് തന്നെ നടക്കുന്നു. അതിന്റെ പുറകെ ഈ സന്യാസിയും നടക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ശ്രദ്ധ ഒരിടത്തുമില്ല, ആരെയും നോക്കണില്ല അദ്ദേഹം. അടുത്തത് ഒരിടത്ത് ചെന്നപ്പോൾ ധാരാളം ശാപ്പാട് നടക്കുന്നു. മധുര പലഹാരങ്ങളും മറ്റുമൊക്കെ വെച്ചിരിക്കുന്നു ഒരു മുറിയിൽ. ജനകൻ അവിടുന്ന് പലതും എടുത്ത് ഭക്ഷിച്ചു. അപ്പോഴും ഈ സന്യാസി യാതൊന്നും ശ്രദ്ധിച്ചില്ല. കുറച്ചുകൂടെ അങ്ങോട്ട് ചെന്നപ്പോൾ ഒരു ട്രഷറി, ധാരാളം സ്വർണ്ണ ആഭരണങ്ങളും മറ്റു പല വസ്തുക്കളും നിരത്തി വെച്ചിരിക്കുന്നു. ജനകൻ അവിടെ ഓരോന്നൊക്കെ പോയി തൊട്ടു നോക്കി. ഈ സന്യാസി യാതൊന്നും ശ്രദ്ധിച്ചില്ല. പിന്നെ അങ്ങോട്ട് ചെന്നു. ഇങ്ങനെ പല വസ്തുക്കളും കണ്ട് 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 ജനകൻ സദസ്സിലെത്തിയപ്പോ ഈ സന്യാസിയെ നമസ്കരിച്ചുകൊണ്ട് ജനകൻ ചോദിച്ചു, സ്വാമി, അങ്ങ് എന്തറിയാനാ വന്നിരിക്കണത്? അപ്പൊ ആ സ്വാമി പറഞ്ഞു, ഹേ മഹാരാജാവേ, അങ്ങ് മഹാജ്ഞാനിയാണ്, അങ്ങേ ഞാൻ നമസ്കരിക്കേണ്ടതാണ്. പക്ഷെ വർണ്ണാശ്രമധർമ്മത്തിനെ ആശ്രയിച്ച് അങ്ങ് എന്നെ നമസ്കരിക്കുന്നു. ഞാൻ അങ്ങയോട് ഒരു വിഷയം ചോദിക്കാനായിട്ടാണ് വന്നത്. സ്ഥിതപ്രജ്ഞ സ്ഥിതിയുടെ രഹസ്യം എന്താണ്? ലോകത്തിൽ എല്ലാറ്റിന്റെ നടുവിൽ ഇരുന്നു കൊണ്ടും യോഗസ്ഥിതി ഭഞ്ജനപ്പെടാതിരിക്കുക എന്നുള്ളത് എന്താണ്? അപ്പോ സ്വാമിയോട് ജനകൻ പറഞ്ഞു, സ്വാമി, അങ്ങ് ഇപ്പോ എന്റെ പുറകെ വന്നുവല്ലോ. ആദ്യത്തെ കവാടം കഴിഞ്ഞതും ധാരാളം സ്ത്രീകൾ നർത്തനം ചെയ്യുന്നുണ്ടായിരുന്നു, വല്ലതും കണ്ടുവോ? ഏയ്, ഞാനൊന്നും കണ്ടില്ല. അടുത്തത് ധാരാളം ആഭരണങ്ങൾ ഉണ്ടായിരുന്നു, വല്ലതും കണ്ടുവോ? യാതൊന്നും കണ്ടില്ല. പിന്നീട് മധുരപലഹാരങ്ങൾ ഉണ്ടായിരുന്നു, വല്ലതും കണ്ടുവോ? യാതൊന്നും കണ്ടില്ല. ഇങ്ങനെ പലതും ചോദിച്ചു. അതൊന്നും കാണാതെ വന്നതുകൊണ്ടാണ് അങ്ങയുടെ കയ്യിലുള്ള ആ ചെറിയ സ്പൂണുണ്ടല്ലോ, ആ സ്പൂണിലുള്ള എണ്ണ ഒരു ഡ്രോപ്പ് പോലും പോയിട്ടില്ല. അതായത് ലോകത്തിൽ ഡിസ്ട്രാക്ട് ചെയ്യുന്ന വസ്തുക്കൾ, വിക്ഷേപം ഉണ്ടാക്കുന്ന വസ്തുക്കളെ ഒന്നും ശ്രദ്ധിക്കാതെ അന്തർമുഖമായി ധ്യാനസ്ഥിതിയിൽ ഇരിക്കുകയാണെങ്കിൽ നമ്മളുടെ ഉള്ളിലുള്ള ഊർജം, ശാന്തി, ഓജസ്, തേജസ് നഷ്ടപ്പെടാതെ ഇരിക്കാൻ കഴിയും എന്നുള്ളതിനുള്ള ഒരു തെളിവാണ്. അങ്ങ് ഇത്രയും കണ്ടിട്ട് എണ്ണ അല്പം പോലും പുറത്തുവിടാതെ വന്നത്. ഇനി ഒരു കാര്യം ചെയ്യൂ, അങ്ങ് വീണ്ടും പോകൂ, ഇതേ സ്പൂൺ എടുത്തുകൊണ്ട് പോകൂ, എല്ലാവരും കണ്ടിട്ട് വരാൻ പറഞ്ഞു. ഇദ്ദേഹം പോയി നർത്തനം ചെയ്യുന്നവരെ കണ്ടു, ആഭരണങ്ങൾ വെച്ചിരിക്കുന്നത് കണ്ടു, പല വസ്തുക്കളും സാമഗ്രികളും കണ്ടു. എല്ലാം കണ്ട് 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 ജനകൻ രസിച്ച പോലെ തന്നെ എല്ലാം രസിച്ചു. എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു, ജനകന്റെ അടുത്തേക്ക് വന്നു. ജനകൻ ചോദിച്ചു, നർത്തനം ചെയ്യുന്ന സ്ത്രീകളെ കണ്ടുവോ സ്വാമി? എല്ലാം കണ്ടു. അടുത്ത മുറിയിൽ വന്നു, ധാരാളം മധുരപലഹാരങ്ങൾ ഉണ്ടായിരുന്നു, എന്തൊക്കെ ഭക്ഷിച്ചു? ഓരോന്നും എടുത്തു പറഞ്ഞു സന്യാസി. അതൊക്കെ ഭക്ഷിച്ചു. അടുത്തത് ആഭരണങ്ങളൊക്കെ കണ്ടുവോ? എന്തൊക്കെ ആഭരണങ്ങൾ കണ്ടു, അതിന്റെ വൈഭവം ഒക്കെ പറഞ്ഞു. ഇങ്ങനെ ഓരോ അറയിലുള്ളതും കണ്ടുവന്നു. അങ്ങയുടെ സ്പൂണ് നോക്കൂ എന്ന് പറഞ്ഞു. സ്പൂണിൽ എണ്ണയില്ല, എല്ലാം പോയിരിക്കുന്നു. അപ്പോ ജനകൻ പറഞ്ഞു കൊടുത്തു, എല്ലാം കാണുകയും വേണം, സ്പൂണിലുള്ള എണ്ണ ചുവട്ടില് വീഴ്ത്തിക്കളയുകയും അരുത്. അതാണ് സ്ഥിതപ്രജ്ഞത്വം. എണ്ണ വീഴ്ത്തിക്കളയാതെ അന്തർമുഖമായി ഇരിക്കുന്നത് യതിധർമ്മം. അത് നിർവികൽപ്പ സമാധി എന്ന് പറയാം അതിന്. അതായത് അന്തർമുഖമായി വ്യവഹാരത്തിലേക്ക് മനസ്സിനെ വിടാതെ ധ്യാനത്തിൽ ഇരിക്കുന്നവർ യോഗികളാണ്, അവർ മഹാത്മാക്കളാണ്. പക്ഷെ അവർ വ്യവഹാരത്തിൽ വന്നാലും പതറിപ്പോവാത്ത സ്ഥിതിയിൽ എത്തിയിട്ടില്ല. പക്ഷെ രണ്ടാമത്തത് എന്താ? എണ്ണ വറ്റിപ്പോണത് വ്യവഹാരത്തിലേക്ക് പോയാൽ പോയി പോകും. യോഗത്തിൽ സ്ഥിതപ്രജ്ഞത്വം നേടിയിട്ടില്ലാത്തവർക്ക് അകമേക്ക് ശാന്തിയൊക്കെ ധ്യാനിക്കുമ്പോൾ ഉണ്ടാവും, ജപിക്കുമ്പോൾ ഉണ്ടാവും, ആത്മവിചാരം ചെയ്യുമ്പോൾ ഉണ്ടാവും, സത്സംഗത്തിലിരിക്കുമ്പോൾ ഉണ്ടാവും. ചിലരൊക്കെ സത്സംഗം കഴിഞ്ഞാൽ പറയും ഇപ്പൊ കിട്ടിയെന്ന് തോന്നിയെന്ന് തോന്നും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അത് പോയ വഴി അറിയില്ല. എന്ത് പറ്റണു? വ്യവഹാരത്തിലേക്ക് പോകുമ്പോൾ ഈ എണ്ണ വറ്റിപ്പോവും. ശ്രദ്ധ അവിടെ പോകുമ്പോൾ ആത്മാവിൽ ശ്രദ്ധ ഉണ്ടാവുന്നില്ല. പഞ്ചദശിയിൽ വിദ്യാരണ്യ സ്വാമികൾ പറയുന്നു, ഒരു കുമ്പാട്ടം കളിക്കുന്ന സ്ത്രീ
എത്ര തന്നെ ചുവട് വെച്ച് രാഗത്തിനും താളത്തിനും അനുസരിച്ച് നർത്തനം ചെയ്താലും പുങ്കാനുപുങ്ക വിഷയേക്ഷണ തത്പരോപി ബ്രഹ്മാവലോകധിഷണാം ന ജഹാതി യോഗി സംഗീത താള ലയനൃത്യ വശംഗതാപി മൗലിസ്തകുംഭ പരിരക്ഷണധീഹി നടീവ. എല്ലാ താളത്തിനും ഇതിനും അനുസരിച്ച് നർത്തനം ചെയ്താലും അവളുടെ ശ്രദ്ധ മുഴുവൻ തലയിലുള്ള കുംഭം വീഴാതിരിക്കുന്നതിലാണ്. അതുപോലെ ഒരു സ്ഥിതപ്രജ്ഞൻ ലോകത്തിൽ എന്തൊക്കെ വ്യവഹാരം ചെയ്താലും എന്തൊക്കെ ചെയ്യുമ്പോഴും ശ്രദ്ധ, അകമേയുള്ള ആ ശാന്തി ഭഞ്ജിക്കപ്പെടാതെ, അകമേക്കുള്ള ആ പൂർണ്ണത നഷ്ടപ്പെടാതെ, ആ പൂർണ്ണത അല്പം പോലും ച്യുതിയില്ലാതെ കാത്തുരക്ഷിക്കുന്നതിൽ ജാഗരൂകനായിട്ടിരിക്കുന്നു. ഒരു വശത്ത് അമൃതത്തിനെ കുറിച്ച് ബോധവാനാണ്, മറ്റൊരു വശത്ത് മൃത്യുവേ സ്വരൂപമായ ശരീരം കൊണ്ട് വ്യവഹരിക്കുകയും ചെയ്യുന്നു. മരണവും അമൃതവും ഒരേ ഇടത്ത് നിർത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു ജീവൻ മുക്തൻ. ആ ജീവൻ മുക്തനെ തന്നെ ഭഗവത്ഗീതയിൽ സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നു. ആ സ്ഥിതപ്രജ്ഞനെ തന്നെ ഭഗവത്ഗീതയിൽ മറ്റു സ്ഥലങ്ങളിൽ ഭഗവാൻ ഭക്തൻ എന്ന് പറയുന്നു. ആ ഭക്തനെ തന്നെ ഗുണാതീതൻ എന്ന് പറയുന്നു, യോഗി എന്ന് പറയുന്നു. പേരു മാത്രം വ്യത്യാസം, ലക്ഷണങ്ങളൊക്കെ ഒരേ ലക്ഷണങ്ങൾ തന്നെ. അർജുനനും സംശയം, ഈ ആത്മവിദ്യ ഉപദേശിച്ചപ്പോ ഈസ് ഇറ്റ് പ്രാക്ടിക്കൽ? അർജുനന്റെ സംശയം അതാണ്. പ്രായോഗികമായിട്ട് സാധ്യമാണോ? പ്രായോഗികമായി സാധ്യമല്ലാത്തത് എന്തിനു കൊള്ളും? ഇതറിയണം. അറിഞ്ഞ് വ്യവഹാര ജീവിതം, ദൈനംദിന ജീവിതം, നമ്മുടെ വൈദിക സമ്പ്രദായത്തിൽ തന്നെ നിത്യ ജീവിതമാണ് പ്രധാനം. കർമാക്കളിയെ നിത്യകർമ്മ தான் ரொம்ப இம்பார்ட்டன்ட். നൈമിത്തിക കർമ്മ അതെല്ലാം അപ്പുറം. നിത്യകർമ്മ, ഡെയിലി ലൈഫ്. എൻ്റെ ജീവിതം എന്ന് പറയുന്നത് എന്താ? നാളെ രാവിലെ മുതൽ നാളെ രാത്രി വരെ. ഇതുപോലെ എത്രയോ ദിവസങ്ങൾ ചേർന്നതാണല്ലോ ജീവിതം. അപ്പൊ ഓരോ ദിവസവും എനിക്കിത് ഉപയോഗപ്പെടണം. എന്നെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഇനിമേലാൽ എന്നെ ബാധിക്കരുത്. എൻ്റെ ശാന്തി എനിക്ക് നഷ്ടപ്പെടരുത്, ആനന്ദം നഷ്ടപ്പെടരുത്, പൂർണ്ണത നഷ്ടപ്പെടരുത്. അത് സാധ്യമാണോ? അർജുനന്റെ സംശയമാണത്. അപ്പൊ അർജുനൻ ചോദിക്കുകയാണ്, ബുദ്ധി എപ്പോ സ്ഥിരമായി ആത്മാവിൽ നിൽക്കും? ബുദ്ധി ആത്മാവിൽ സ്ഥിരമായി നിന്നവന്റെ ലക്ഷണം എന്ത്? അയാൾ എങ്ങനെ വ്യവഹരിക്കും? വർത്തമാനം പറയുവോ, ചരിക്കുവോ, അല്ല മിണ്ടാതിരിക്കുവോ? സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ സമാധിസ്ഥസ്യ കേശവ സ്ഥിതധീഹി കിം പ്രഭാഷേത് കിം ആസീത വ്രജേത കിം. ഇതാണ് ചോദ്യം അർജുനന്റെ. സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ, എന്താണ് അയാളുടെ സമ്പ്രദായങ്ങൾ എന്നൊരർത്ഥം. എന്താ അയാളുടെ സമ്പ്രദായങ്ങൾ? എങ്ങനെയാ? സമാധിസ്ഥസ്യ, അയാൾ സമാധിയിലിരിക്കുമ്പോൾ എങ്ങനെയിരിക്കും? സമാധി എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് സമാധി എന്ന് വെച്ചാൽ പലപ്പോഴും മരിച്ചുപോയ ശേഷമാണ് സമാധി. സമാധി എന്ന് വെച്ചാൽ ആത്മാ എന്നാണ് പദത്തിന് അർത്ഥം. അതൊരു വെർബല്ല, നൗണാണ്. സമാധി എന്ന് വെച്ചാൽ ആത്മാ എന്നാണ് അർത്ഥം. ആചാര്യസ്വാമികൾ ശങ്കര ഭാഷ്യത്തിൽ സമാധി എന്ന ശബ്ദത്തിന് ആത്മാ എന്നാണ് അർത്ഥം ചെയ്തിരിക്കുന്നത്. പക്ഷേ മറ്റൊരർത്ഥം പൂർണ്ണത, നിശബ്ദത, ശാന്തി, മനസ്സിന്റെ സങ്കല്പങ്ങൾ കൊണ്ട് ബാധിക്കപ്പെടാത്ത ഒരു സ്ഥിതി. അങ്ങനെ ഒരു സ്ഥിതിയെ സമാധി എന്ന് പറയണു. അങ്ങനെയുള്ള സമാധിസ്ഥനായ സ്ഥിതപ്രജ്ഞന്റെ സമ്പ്രദായം എന്താ? അയാൾ വർത്തമാനം പറയുവോ, മിണ്ടുവോ, വ്യവഹരിക്കുവോ? അയാൾക്ക് കല്യാണം കഴിക്കാവോ? അയാൾക്ക് കുട്ടികളുണ്ടാവോ? അല്ല അയാൾ സന്യാസിയായി കാഷായം കൊടുത്തു പോകണോ? അല്ല കുടുംബജീവിതത്തിൽ അടുക്കളപ്പണിയൊക്കെ ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് അതിന് എന്തെങ്കിലുമായിട്ട് അതുമായിട്ട് വല്ല സമ്പർക്കമുണ്ടോ? സ്ഥിതധീഹി കിം പ്രഭാഷേത, അയാൾ നല്ലവണ്ണം വർത്തമാനം പറയൂ. കിം ആസീത, അയാൾ എല്ലാരെ പോലെയും ഇരിക്കുവോ? ആസീത എന്നുള്ളതിന് വെറുതെ ഇരിക്കുമോ എന്നുള്ള അർത്ഥമല്ല. എല്ലാരെ പോലെയും വ്യവഹാര സ്ഥിതിയിൽ വ്യവഹാരങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഇരിക്കാൻ സാധിക്കുമോ? വ്രജേതയ്ക്കും, അല്ല അയാൾ എല്ലാം ഉപേക്ഷിച്ച് കാട്ടിലേക്ക് പോവുമോ? അയാളെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു വിവരം തരൂ. ഇവിടെ ശങ്കരാചാര്യർ ഭാഷ്യത്തിൽ പറയുന്നു, സ്ഥിതപ്രജ്ഞനെ കുറിച്ചൊക്കെ അർജുനൻ ചോദിക്കുന്നത് നമുക്ക് വേണ്ടിയാണെന്നാണ്. എന്നുവെച്ചാൽ വ്യവഹാര ജീവിതത്തിൽ യാതൊരു വിധത്തിലും ബാധിക്കപ്പെടാത്ത ഒരു പൂർണ്ണത ഉണ്ട് എന്നുള്ള ആദ്യത്തെ നമ്മളുടെ ധന്യമായ സന്ദേശം നമ്മളുടെ ചെവിയിൽ വീഴുന്നു.
വിദ്യാരണ്യസ്വാമികൾ പറയണു, ഈ സന്ദേശം ചെവിയിൽ വീഴുന്നത് തന്നെ ജീവിതത്തിൽ ഏറ്റവും ധന്യമുഹൂർത്തമാണെന്നാണ്. നമുക്ക് മനസ്സിലായാലും ശരി, മനസ്സിലായിട്ടില്ലെങ്കിലും ശരി, ഈ വേദാന്ത വിദ്യ ഉണ്ടല്ലോ, ഈ ഭഗവത്ഗീത ഇപ്പൊ നമ്മൾ കേൾക്കണു, നിങ്ങൾക്കിത് മനസ്സിലായാലും ശരി, മനസ്സിലായിട്ടില്ലെങ്കിലും ശരി, ഒരുപക്ഷെ വെറുത്തിട്ട് പോയാൽ വളരെ നല്ലത്. സംരംഭയോഗം എന്നൊന്നുണ്ട് ഭാഗവതത്തിൽ. ഇയാൾ പറയണതൊന്നും ഞാൻ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞിട്ട് പോയാൽ കൂടുതൽ പ്രബലമായിട്ട് എഫക്റ്റീവ് ആവും അയാളുടെ ഉള്ളിൽ. എങ്ങനെയാണെങ്കിലും പ്രയോജനപ്പെടും എന്നാണ്, ഏത് വിധത്തിലാണെങ്കിലും. പക്ഷേ അത് ചെവിയിൽ വീഴാനുള്ള ആ സന്ദർഭം ഉണ്ടല്ലോ, അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ധന്യമായ മുഹൂർത്തമാണ്. ശ്രവണായാപി ബഹുഭിർയോ ന ലഭ്യ, കേൾക്കാൻ പോലും കിട്ടാറില്ല എന്ന്. അത് ആദ്യത്തെ പടി ചെവിയിൽ വീഴും. ചെവിയിൽ വീഴുമ്പോൾ ഒരുപക്ഷെ ചിലപ്പോൾ ചെവിയിൽ ഇവിടെ ചില അടപ്പൊക്കെ ഉണ്ടാവും. തമോ ഗുണത്തിന്റെ അടപ്പ് എന്നുവെച്ചാൽ അത് ചെവിയിൽ ഇങ്ങനെ പോയി വീണുകൊണ്ടിരിക്കും, ഒന്നും അർത്ഥമാവാതെ, ഒന്നും ഉള്ളിൽ പോവാതെ, എവിടെയോ ഒരു ബ്ലോക്ക്. തമോ ഗുണശ്രോത എന്നാണ്. അവര് ചെവിയിൽ വീഴും അത്ര അവർക്ക്. ചിലർക്കൊക്കെ ഇത് ചെവിയിൽ വീണാൽ ഡയറക്റ്റായിട്ട് ഹൃദയത്തിൽ പോയി കർണനാടീം പുരുഷസ്യാതഃ ഭവപ്രദാം ഗേഹരതിം ചിനത്തി. ചെവിയിലൂടെ ചെന്നിട്ട് ഹൃദയത്തിൽ ചെന്ന് അജ്ഞാനത്തിന് അന്ധകാരം നീക്കി ആത്മാനുഭവത്തിന് കൊടുക്കും എന്നാണ്. ഈ സാധന എന്ന് പറയണതൊന്നും വിശ്വസിക്കണ്ട. വേണമെങ്കിൽ മെച്യൂരിറ്റി ഉണ്ടെങ്കിൽ, പക്വത ഉണ്ടെങ്കിൽ ഈ ഗീതാശ്രവണ സമയത്ത് തന്നെ നമുക്ക് ആത്മസാക്ഷാത്കാരം ഉണ്ടാകും. അത് ഭാഗ്യം പോലെ ഇരിക്കും. അത് ആ ജീവന്റെ പക്വത പോലെ ഇരിക്കും. ശ്രവണത്തിന്റെ ഇന്റൻസിറ്റി പോലെ ഇരിക്കും. അപ്പോൾ ശ്രവണം കൊണ്ടേ ഉണ്ടാവുള്ളൂ അത്. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ജപം, പ്രാണായാമം, യോഗ സാധനങ്ങളൊക്കെ നമ്മളെ പക്വമാക്കി ശ്രവണത്തിന് പക്വപ്പെടുത്തും, അത്രേ ഉള്ളൂ. പക്ഷെ ശ്രവണം കൊണ്ട് ചിലപ്പോൾ ഒരേ ഒരു പ്രാവശ്യം ശ്രവണം മതി, കിട്ടേണ്ടത് കിട്ടും. പരീക്ഷിത്ത് ഒരു പ്രാവശ്യം ഭാഗവതം കേട്ടുള്ളൂ. നമ്മൾ എത്ര സപ്താഹം, ചിലരൊക്കെ അഭിമാനിക്കാറുണ്ട്, ഞാനേ 250 സപ്താഹം കേട്ട് കഴിഞ്ഞു. പരീക്ഷിത്ത് പാവം ഒരൊറ്റ പ്രാവശ്യമേ ഭാഗവതം കേട്ടുള്ളൂ. എന്നിട്ട് അവസാനം സിദ്ധോസ്മി അനുഗൃഹീതോസ്മി എന്ന് പറഞ്ഞു. കിട്ടിയത്ര അദ്ദേഹത്തിന് 250 പ്രാവശ്യം ഭാഗവതം കേട്ടു. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ച. ഈ ശ്ലോകം എവിടെയാന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഉപനിഷത്തിലാണെന്ന് പറഞ്ഞു എന്ന് വരും, അല്ലെങ്കിൽ രാമായണത്തിലാണെന്ന്. എന്താന്ന് വെച്ചാൽ ഭാഗവതത്തിൽ 12 മണിക്ക് ശേഷം പോകും ചിലപ്പോൾ. അങ്ങനെ സമ്പ്രദായമുണ്ട്. അപ്പോൾ ഭാഗവത ശ്രവണം ശരിക്കുള്ള ശ്രവണമാണെങ്കിൽ ഒരു പ്രാവശ്യം കേട്ടതോടുകൂടെ നിർത്തണം എന്നില്ല. കേട്ടാലും ഓരോരിക്കെ കേൾക്കുമ്പോഴും അമൃതാനുഭവമാണ്. സ്വാദുസ്വാദു പതേ പതേ, കേൾക്കെ 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 അമൃതാനുഭവമാണ്, മധുരിക്കും. അത് ഒരു പ്രാവശ്യം കേട്ട അനുഭവം ഉണ്ടായാൽ കേൾക്കുന്തോറും അനുഭവത്തിന് ആഴമേറി വരും. അപ്പോ ഈ ശ്രവണം ഏറ്റവും പ്രധാനമായ സാധനയാണ്. ശ്രവണം കൊണ്ട് ഞാൻ ശരീരമല്ല, ഞാൻ മനസ്സല്ല, ഞാൻ ബുദ്ധിയല്ല, ഞാൻ അഹങ്കാരമല്ല, നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വരൂപമായ പൂർണ്ണ വസ്തുവാണ്, ബോധമാണ് ഞാൻ. എൻ്റെ സ്വരൂപം അഖണ്ഡാകാരമായിട്ടുള്ളതാണ്, നിശ്ചലമാണ്, അത് പൂർണ്ണമാണ്, അത് ശാന്തമാണ്, അത് അറിവേ സ്വരൂപമായിട്ടുള്ളതാണ് എന്നുള്ള അനുഭവം ഏർപ്പെടും. നമ്മളുടെ അകമേ തന്നെ ഞാൻ എന്ന് സദാ അനുഭവപ്പെടുന്നത് എന്തോ അത് തന്നെ പൂർണ്ണവസ്തുവായി പ്രകാശിക്കും എന്നർത്ഥം. അതും ഇതുമല്ല, അസദർത്ഥമല്ല, അഹം സച്ചിതമൃതമെന്നു തെളിഞ്ഞു ധീരനായി സദസദിതി പ്രതിപത്തിയറ്റ് സത്തോം ഇതി മൃദുവായി അമർന്നിടേണം. ആ അമർന്നിരിക്കലാണ് സ്ഥിതപ്രജ്ഞത്വം. അതും ഇതുമല്ല, അസദർത്ഥമല്ല, അഹം സച്ചിതമൃതം എന്നു തെളിഞ്ഞു ധീരനായി സത് അസദിതി പ്രതിപത്തി അറ്റ് സത്ത് ഓം ഇതി മൃദുവായി അമർന്നിടേണം. ആ അമർന്നിരിക്കൽ നാരായണ ഗുരുസ്വാമിയുടെ ആത്മോപദേശ ശതകത്തിലെ അവസാനത്തെ ശ്ലോകമാണിത്. അതും ഇതും അല്ല, അസദർത്ഥമല്ല എന്നുവെച്ചാൽ ശൂന്യമല്ല എന്നർത്ഥം, സിദ്ധമായിട്ടുള്ളതാണ്. അഹം സച്ചിതമൃതം എന്നു തെളിഞ്ഞു ധീരനായി. ഈ അഹമഹമെന്ന് അനുഭവപ്പെടുന്നതുണ്ടല്ലോ, നമ്മളുടെ കേന്ദ്രത്തിൽ അനുഭവപ്പെടുന്ന ബോധസ്ഥിതി, അസ്തിത്വം, അത് സച്ചിത് അമൃതം, അത് സത്ത് ചിത്ത് അമൃതം ആണെന്ന് തെളിഞ്ഞു ധീരനായി, ചിന്തിച്ച് ധീരനായി അല്ല. ഏവം സമീക്ഷന്നാത്മാനം, നല്ലവണ്ണം
തെളിവായ അനുഭവ ചക്ഷുസ്സുകൊണ്ട് കണ്ടാൽ ആ കാണൽ തന്നെ ധീരത. സദസതിഥി പ്രതിപത്തിയറ്റ സത്ത് ഓമിതി മൃദുവായി മൃദുവായി അമർന്നിടേണം. ആ അമർന്നിരിക്കുന്ന സ്ഥിതിയാണ് സ്ഥിതപ്രജ്ഞത്വം എന്ന് പറയണത്. ആ സ്ഥിതപ്രജ്ഞ ലക്ഷണം എന്ന അമൃതാനുഭവ സന്ദർഭത്തിലേക്ക് നമ്മൾ നാളെ കടക്കാം. അതിനു മുമ്പുള്ള ആമുഖമാണ് നമ്മൾ ഇന്ന് കണ്ടത്. ഫാലാവനം കിരീടം ഫാലനേത്രാച്ചിഷാദഗ്ധപഞ്ചേഷു കീടം ശൂലാഹതാരാതികൂടം ശുദ്ധവക്രേന്ദുചൂടം ഭജേ മാർഗബന്ധും ശംഭോ മഹാദേവ ദേവ ശിവ ശംഭോ മഹാദേവ ദേവേശ ശംഭോ മഹാദേവ ദേവ അംഗേ വിരാജദ്ഭുജംഗം അഭ്രഗംഗാതരംഗാഭിരാമോത്തമാംഗം ഓംകാരവാടീകുരംഗം സിദ്ധസംസേവിതാംഘ്രിം ഭജേ മാർഗബന്ധും ശംഭോ മഹാദേവ ദേവ ശിവ ശംഭോ ദേവേശ ശംഭോ ശംഭോ മഹാദേവ ദേവ നിത്യം ചിദാനന്ദരൂപം നിഹ്നുതാശേഷലോകേശവൈരിപ്രതാപം കാർത്തസ്വരാഗേന്ദ്രചാപം കൃത്തിവാസം ഭജേ ദിവ്യസന്മാർഗബന്ധും ശംഭോ മഹാദേവ ദേവ ശിവ ശംഭോ മഹാദേവ ശംഭോ മഹാദേവ ദേവ കന്ദർപ്പദർപ്പഘ്നമീശം കാലകണ്ഠം മഹേശം മഹാവ്യോമകേശം കുന്ദാഭദന്തം സുരേശം കോടിസൂര്യപ്രകാശം ഭജേ മാർഗബന്ധും ശംഭോ മഹാദേവ ദേവ ശിവ ശംഭോ മഹാദേവ ദേവേശ ശംഭോ ശംഭോ മഹാദേവ ദേവ മന്ദാരഭൂതേരുദാരം മന്ദരാഗേന്ദ്രസാരം മഹാഗൗര്യദൂരം സിന്ദൂരദൂരപ്രചാരം സിന്ധുരാജാതിധീരം ഭജേ മാർഗബന്ധും മഹാദേവ ദേവ ശിവ ശംഭോ മഹാദേവ ദേവേശ ശംഭോ ശംഭോ മഹാദേവ ദേവ സർവേപി സുഖിനഃ സന്തു സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത് യതോ മമാത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം മമ കിഞ്ചിദസ്തി യഥാ തവേഷ്ടം കുരു മാം തഥൈവ ത്വാം ആത്മനാഥം രമണം ഭജാമി. ഹര നമഃ പാർവതീപതയേ. ഹര മഹാദേവ.